Friends, welcome back to Zach's Varieties. ഞാനിപ്പോൾ ഉള്ളത് ഹംഗറിയുടെ ക്യാപിറ്റലായ ബുദാപെസ്റ്റിൽ. ഈ ബുദാപെസ്റ്റിൽ നിന്ന് ക്രൊയേഷ്യയിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒരു ജേണി. അപ്പൊ ഈ യാത്രയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ എന്റെ പഴയ എപ്പിസോഡൊക്കെ കാണാൻ മറക്കരുത്. അതുപോലെ പിന്നെ ഒരുപാട് യാത്രകളുണ്ട്, ഒരുപാട് പിന്നെ വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. ഇത് നമ്മുടെ ഒരു ക്രൊയേഷ്യയുടെ മുഴുനീള എപ്പിസോഡാണ്. അപ്പം ഇനി ഞാൻ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴത്തേക്ക് പോവാണ്. രാവിലെ നേരത്തെ എണീച്ച് ഇനി ബാത്റൂം പോയിട്ട് കുളിക്കാൻ കയറാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ പുറത്തിറങ്ങാണ്. ഇത് നമ്മളൊരു പാസേജാണ്. ഇത് ജനലിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ. അങ്ങ് ദൂരെ കോടയൊക്കെ ഉണ്ട്. ഇതിൻ്റെ നമ്മളെ ഹോട്ടലിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇങ്ങനെ നീളത്തിൽ അങ്ങനെ ഒരു ചെരിഞ്ഞൊരു ഭാഗമാണ്. എന്നിട്ട് ഇത് സെക്കൻഡ് ഫ്ലോറാണ്. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമ്മുടെ താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഒരു തിരിഞ്ഞൊരു റൗണ്ട് ടൈപ്പ് കോണിയാണ്. അത് ഫസ്റ്റ് ഫ്ലോർ ടു സെക്കൻഡ് ഫ്ലോർ വരെയുള്ളൂ അങ്ങനെ ഉള്ളത്. അങ്ങനെ ഇവിടെ എത്തി. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ചും കൂടി സോഫയും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡോറുണ്ട് പുറത്തേക്ക് കടക്കാനുള്ളത്. അത് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഹോട്ടലിൻ്റെ പുറത്തിറങ്ങുകയാണ്. ഞാൻ നേരത്തെ എണീക്കുമെന്ന് പറയല്ലേ, അത് നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ വെച്ചിട്ടാണ് പറയുക. ചില ആൾക്കാരുണ്ട് നേരത്തെ എണീക്കല്, ഈ ടൂർ വന്നു കഴിഞ്ഞാലും കടന്നുറങ്ങും. അതായത് നേരത്തെ എണീച്ച് ഫ്രഷായി ഒന്ന് പുറമൊക്കെ കാണുക നല്ല രസമാണ്. മറ്റേ ചില വിദ്യാഭ്യാസം ഫുൾ പൂസായിട്ട് രാത്രി കടന്നുറങ്ങുക. പിന്നെ ഇങ്ങോട്ട് ടൂറിന് വരേണ്ട ആവശ്യമുണ്ട്. അവരൊക്കെ യാത്രയ്ക്ക് വരുന്ന സമയത്ത് യാത്ര ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ രാവിലെ എണീച്ച് പുറത്തിറങ്ങി പുറത്തെ മോർണിംഗ് കണ്ട് അങ്ങനെ ആസ്വദിക്കണം. ഇത് ഇവിടുത്തെ ഈ ഗ്രാമപ്രദേശത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്, റിയൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറി വെക്കാം. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നുള്ള സംഭവങ്ങൾ. ഓട്ടോമാറ്റിക് ഡോറാണ്. നമ്മുടെ അകത്തങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് പോയി അങ്ങനെ കാണാം. വലിയ ക്യാഷിലിരിക്കുന്നത് ഇവിടെ ഒരു ജ്യൂസ് ഉണ്ട്, SIO എന്ന്. നമ്മുടെ നാട്ടിലൊരു സംഘടനയാണ് SIO. അവരെ ജ്യൂസാണ് തോന്നുന്നു. ഇവിടുത്തെ ഓരോ ചിപ്സിൻ്റെ പാക്കറ്റ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇവിടുത്തെ ഈ പർച്ചേസിൽ വന്ന ഈ ഹംഗറി കുട്ടികളാണ് ഇവിടുത്തെ. ഇത് ചിക്കൻ ഐറ്റംസാണ്, ഇറച്ചി ഐറ്റംസാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്. ഈ ഒരു ഭാഗം മൊത്തം ഫ്രീസറിലുള്ളത്. പന്നിയുണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, ചീസുണ്ട്. ഇത് കേക്ക് ഇങ്ങനത്തെ ഐറ്റംസ്, സ്വീറ്റ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇത് ബ്രെഡ് ഐറ്റംസ്. പിന്നെ ഇതങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഭാഗങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ചോക്ലേറ്റും പിന്നെ വേറെ കുറച്ച് എന്തൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് മദ്യക്കുപ്പി. മദ്യത്തിൻ്റെ അവിടെ ഞാനൊന്ന് പോയി നോക്കും. പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മദ്യത്തിൻ്റെ കുപ്പീൻ്റെ മോഡൽ കാണാൻ. മോഡൽ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഷേപ്പ്. ഇത് നമ്മൾ സാധനം തുടരില്ല, നമുക്കിത് ഹറാമാണ്. നമ്മളെ മതം ഇത് നിരോധിച്ചതാണ്. അതുകൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കിയത്. ഇത് നമ്മളെ ഹോട്ടലിലെ പിന്നെ വേറൊരു ഡൈനിങ് ഹാളാണ്. ഇപ്പോൾ രാവിലെ നേരെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയൊക്കെയാണ്.
അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മുടെ ആപ്പിൾ ജ്യൂസാണ് ഇവിടുത്തെ. സാധാരണ ഉള്ളത് അതേ ഐറ്റംസ് തന്നെ. ഇത് ഇവിടുത്തെ ഒരു പാൻ കേക്ക് മെഷീൻ, അത് ഓപ്പൺ ആയിട്ടില്ല, സാധനം ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല ഒന്നും ഇവിടെ. ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കുറച്ച് ജ്യൂസുകളും ആപ്പിളും കാര്യങ്ങളൊക്കെ. നമ്മളെ ഹോട്ടലിലെ സ്റ്റാഫുകളാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ നേരെ റൂമിലേക്ക് വന്നതാണ്. ഇനി റൂമിൽ നിന്ന് ബാഗേജൊക്കെ എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറണം. ഇത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇവിടുന്ന് ഹംഗറിയിൽ നിന്ന് നമ്മൾ വിട പറയാണ്. ഇതാണ് നമ്മുടെ ബസ്. ചെറിയൊരു മഴ ചാറുന്നുണ്ട് ഉണ്ടല്ലേ, വെള്ളമൊക്കെ അതിൻ്റെ മുകളിലതാകണ്ടില്ലേ ഉണ്ടോ. ഞങ്ങൾ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നിന്ന് ക്രൊയേഷ്യയിലേക്ക് യാത്ര പോവാണ്. അപ്പോൾ ഈ യാത്ര എപ്പിസോഡായിരിക്കും ഇന്നത്തത്. വഴിയുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അപ്പം എന്നാൽ പിന്നെ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ കാണണം. യെസ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഗുഡ് മോർണിംഗ് സ്വാമി. നേരത്തെ തന്നെ എന്റെ സീറ്റ് പിടിച്ചില്ലേ? അതല്ല, നേഴ്സും അതിന്റെ ബാക്കി വെച്ച് കെട്ടാനുള്ള സാധനം എടുക്കാൻ പോയതാ. കൈയടിച്ചല്ലോ നേഴ്സിന്റെ അന്ന് രാത്രി ഈ സംഭവം എല്ലാവരും സാധനങ്ങളൊക്കെ എടുത്തില്ലേ? അത് മാത്രല്ല, അന്ന് ചെന്ന ഇതൊക്കെ ലോകത്ത് മൊത്തം കാണുന്നതാണ്. ശരിക്കും നോക്കി ചിരിച്ചോളൂ എല്ലാവരും. അറിയോ ഡെറഡൂൺ അടിക്കും. അതങ്ങനെ വല്ലാണ്ട് അടച്ചാൽ ശരിയല്ല. അല്ല, എന്ത് ശരിയായിരിക്കാം, പക്ഷെ നമ്മള് അത് ഇവിടെ. അപ്പൊ ഞങ്ങൾ ക്രൊയേഷ്യയിലേക്ക് പുറപ്പെടുകയാണ്. ക്രൊയേഷ്യ. നമ്മുടെ ബസ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങാണ്. ചെറുതായിട്ടൊരു മഴ ഉണ്ട്, അത്യാവശ്യം. പിന്നെ ഒരു കാലാവസ്ഥയൊക്കെ പറ്റ മൂടിക്കുന്നു, വെയിൽ തീരെ ഇല്ല. അപ്പം നമ്മുടെ കോശിച്ചാൻ ഒരു പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമുക്കങ്ങനെ കേട്ടിട്ട് അത് തുടങ്ങിയിട്ട് അങ്ങോട്ട് യാത്ര തുടങ്ങാം. ഞാൻ സ്തുതിച്ചിടുമെന്നോ നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ മോചനവും വീണ്ടും ജനനവും നിജഭാവിന് വാസിപ്പാൻ നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളോ. അങ്ങനെ ഞങ്ങളുടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ കാലാവസ്ഥ മൊത്തം ഒരു ചെറു ചാറ്റൽ മഴ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാലാവസ്ഥ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാലാവസ്ഥയാണ് ഇങ്ങനെ ഈ മൂടി നിൽക്കുന്ന കാലാവസ്ഥ. വെയിലും തീരെ എനിക്കിഷ്ടമില്ല. പിന്നെ കനത്ത മഴ ഇഷ്ടമാണ്. ഈ റോഡ് സൈഡിലൊക്കെ നമുക്കിങ്ങനെ ഇത് കാണാം, ടൈം കാണാം, അതിൻ്റെ ഡിഗ്രി എത്ര ചൂടുണ്ടെന്ന്, കാലാവസ്ഥ എത്ര ചൂടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഞങ്ങളൊരു പമ്പിൽ നിർത്തിയിട്ടുണ്ട്. വണ്ടി കുറച്ച് അധികം നേരം ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പമ്പിലെ കുറച്ച് കാഴ്ചകളും ഇവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റും ഒന്ന് ബാത്റൂമിൽ കയറി മൂത്രമൊഴിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പമ്പിലെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ സ്വന്തമായിട്ടാണ് എല്ലാവരും എണ്ണ അടിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വണ്ടിയാണ്, അദ്ദേഹം എണ്ണ അടിക്കുകയാണ് അവിടെ. ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ കാണിച്ചിരുന്ന ഒരു ലേഡി സ്വന്തമായിട്ട് എണ്ണ അടിക്കുന്നത്. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറണം. ഇവിടെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. പിന്നെ നമ്മുടെ വൈഫൈ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അകത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടിട്ട് നമുക്കങ്ങനെ പോവാം.
ഒരു വിഭവമാണ് ഈ ചുവന്ന മുളക്. കോഴിമുട്ട പുഴുങ്ങിയത് വെച്ചതാണ്. ഇത് വേസ്റ്റ് വെക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കടകൾ. ഇരുന്ന് കഴിക്കുക, നിന്നിട്ടിരുന്ന് കഴിക്കുക, ഇരുന്ന് കഴിക്കുക, നിന്നിട്ടിരുന്ന് കഴിക്കുക. സെയിൽസ്കാരാണ്. ഇതാണ് ഇവിടുത്തെ കുപ്പികളുടെ ഏരിയ, ബിയർ ഏരിയ. കാപ്പ് വാങ്ങി കൊണ്ടുവന്നാണ് ഇങ്ങനെ സാൻഡ്വിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കാപ്പോട് കുറവാണ്. കാര്യമായിട്ട് ചർച്ച സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. ഇത് ഇവിടെ ഉള്ളൊരു പെട്രോൾ പമ്പ് കമ്പനിയാണ്. അതൊരു വലിയൊരു ശൃംഖലയാണ്, MOL മോൾ എന്നുള്ളത്. ഇത് ക്രൊയേഷ്യ ഹംഗറി ഹൈവേ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഇടയിലുള്ള പമ്പാണ്. ഇവിടെ മഴ പെയ്തിട്ടാണ് ഇവിടെ ആകെ വെള്ളം ചളി വിളിയൊക്കെ ആയിട്ടുള്ളത്. നമ്മളെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇനി കാലാവസ്ഥ എപ്പോഴും അങ്ങനെ ഒരു മൂടി നിൽക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥയാണ്. ചെറുതായിട്ടിങ്ങനെ മഴ ചാറുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി ക്രൊയേഷ്യയിലേക്ക് എത്തിയാലും മഴക്കുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ബസ് അങ്ങനെ പുറപ്പെട്ടിരിക്കുന്നു.
10:15 ഇപ്പോൾ സമയമുള്ളത്. ഇവിടെയൊക്കെ ഈ വലിയ വലിയ കണ്ടെയ്നറുള്ള ട്രെയിലറുള്ള ലോറികൾ നിർത്തിയിട്ടിരിക്കുന്നത് ഒരു രാജ്യം ടു മറ്റേ രാജ്യത്തേക്ക് പോകാനുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടികളാണ്. ക്രൊയേഷ്യൻ്റെ തലസ്ഥാനമാണ് സാഗ്രബ്, ZAGREB, സാഗ്രബ്. അത് ഈ ബുഡാപെസ്റ്റിൽ നിന്ന് സാഗ്രബിക്ക് 343.3 കിലോമീറ്ററാണുള്ളത്. അത് ബൈ ബസ് പോകുകയാണെങ്കിൽ ഏകദേശം ഒരു 3.25 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്ക് ബുഡാപെസ്റ്റിൽ നിന്ന്. കാലാവസ്ഥ മോശമായതുകൊണ്ട് കുറച്ചും കൂടി സമയം കൂടാനാണ് സാധ്യത. അധികം മിന്നിച്ച് പോകാൻ പറ്റില്ല ഈ നിലത്ത് വെള്ളമുള്ളതുകൊണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കൃഷിയിടങ്ങളാണ് ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ഉള്ളത്. ഞാനിപ്പോൾ എൻ്റെ സീറ്റിലായിരിക്കുന്നത്, റൈറ്റ് സൈഡിലെ സീറ്റിലാണ്, ഫ്രണ്ടിലല്ല ഞാൻ ഇരിക്കുന്നത്. സൈഡ് വ്യൂ ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ബുഡാപെസ്റ്റിൽ നിന്ന് ഈ സാഗ്രബിക്ക് ട്രെയിൻ സർവീസ് ഉണ്ട്, പിന്നെ ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ ഇങ്ങനെ പ്രൈവറ്റ് ബസ്സുണ്ട്, പ്രൈവറ്റ് ടാക്സികളുണ്ട്. ഇവിടെ ഈ റോഡിൻ്റെ സൈഡ് കംപ്ലീറ്റ് 2 ഭാഗവും കംപ്ലീറ്റ് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. നമ്മൾ കേരളത്തിൽ കൂടി പോകുന്നൊരു പ്രതീതിയുള്ളത്. അത്രയും അങ്ങനത്തെ ഒരു മോഡലാണ് ഈ റോഡ് സൈഡ് കംപ്ലീറ്റ്. ഇതൊരു പാലത്തിൻ്റെ മുകളിലാണ് അപ്പോൾ ഉള്ളത്. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് ഇവിടെ ഒരു വില്ലേജാണ്. വില്ലേജ് ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്, കുറേ കൃഷിയിടങ്ങളുണ്ട്. അങ്ങനത്തെ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണിത് നിൽക്കുന്നത്. അതൊരു ബുദ്ധിമുട്ടാണ്, അവർക്കൊരു മനസ്സമാധാനം കുറവുള്ള ജോലിയാണ്. കാര്യം എത്ര നല്ല കാര്യം ചെയ്താലും നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു ജോലിയാണ്. പൈസ അത് ഏത് ജോലിയിലും. ഇപ്പൊ ഞാൻ പറയില്ലേ സാർ, ഞാൻ പോലീസിലല്ല, ഞാൻ ക്ഷേമനിധി ബോർഡിൽ 6 വർഷം ഡെപ്യൂട്ടേഷനിൽ നിന്നു. തയ്യൽ തൊഴിലാളി ബോർഡാണ്, പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ്. അവിടെയും വാങ്ങുന്നവൻ വാങ്ങും. കാര്യം അവരെയൊന്നും എന്നാ എന്തെങ്കിലും. ബുഡാപെസ്റ്റിൽ നിന്ന് പുറപ്പെട്ടിട്ട് ക്രൊയേഷ്യക്കാണല്ലോ പോകുന്നത്. ആ പോകുന്ന വഴിയിലെ ചെക്ക് പോയിൻ്റാണ്. ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോർഡറാണ്. ഈ ബോർഡറിൽ കൂടി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുക ചെയ്യുക, അത്രേ ഉള്ളൂ. ഇവിടെ അല്ലാണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് പേപ്പേഴ്സ് കാണിച്ചു കൊടുക്കുക അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല. അതാണ് ഷെങ്കൻ വിസക്കുള്ള പ്രത്യേകത. ഇപ്പം എന്ത് ചെയ്തു, ഈ ബോർഡറിൻ്റെ അടുത്തുനിന്ന് ബോർഡർ കടന്ന് ഇപ്പോൾ പുറത്തേക്ക് കടന്നു. ഇനി നേരെ നമുക്ക് എങ്ങനെ അങ്ങോട്ട് പോകാം, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ആകെ ചെക്കിങ്ങും കാര്യങ്ങളും. ചെക്കിങ് ഇല്ലയെന്ന് പറയാം, അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല കാലാവസ്ഥയാണ്, നല്ല കാലാവസ്ഥ. അങ്ങനെ ചെറുതായിട്ട് മഴ, സൂര്യൻ തീരല്ല. ഇവിടെയൊക്കെ ഇങ്ങനെ കൃഷിയിടങ്ങളാണുള്ളത്. ഒരുപാട് കൃഷിയിടങ്ങളുള്ളൊരു ഏരിയയാണ് ഈ ഒരു ഭാഗം. യൂറോപ്പിൽ പൊതുവെ ഈ കൃഷിയിടങ്ങളിലും തൊഴിലാളികൾ കുറവാണ്. കംപ്ലീറ്റ് മിഷനറികളാണ് എല്ലാതും ചെയ്യുന്നത്. ഈ നെല്ല് വിതക്കുന്നതും കൊയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കടുക് പാടത്തിലും ഇതൊക്കെ. അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ബസ്സിലും. ഈ ബസ്സിൽ ആകെ ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ, ക്ലീനറില്ല. സമയം ഇപ്പോൾ 1:45. ഞങ്ങൾ ഒരു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണ്. അങ്ങ് ദൂരെ കണ്ടില്ലേ കോട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട. ഇവിടെയൊക്കെ മഴ നല്ലോണം ഉള്ളതുകൊണ്ട് കോട അങ്ങോട്ട് ഇറങ്ങിക്കുന്നു. അത്യാവശ്യം നല്ലോണം ഉണ്ട് കോട, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ ഭാഗത്ത്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഇത് ഹൈവേ ആണ്, ഹംഗറി പിന്നെ നമ്മുടെ ക്രൊയേഷ്യ ഹൈവേയിലാണ് ഇതുള്ളത്. ഇനി ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്, പിന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ മൂത്രമൊഴിക്കുന്ന സ്ഥലമുണ്ട്, അതിവിടെ അതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഇനി അങ്ങ് ദൂരെ എവിടെയുണ്ട് കുറേ കോടകൾ, നല്ല കാലാവസ്ഥയാണ്. ഇതാണ് ഇവിടുത്തെ പമ്പ്. ഈ പമ്പിനോട് ചാരിയിട്ടാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. സൂപ്പർ മാർക്കറ്റ് വിത്ത് കഫ്റ്റീരിയ വിത്ത് ബാറ് എല്ലാതും ഉള്ളൊരു സംഭവമാണ്. ചെറിയ റെസ്റ്റോറൻറ്റ് ഒക്കെ ഇതിനുള്ളിലുണ്ടാവും ഇവിടെ. ഇതാണ് അത് ഫ്രഷ് കോർണർ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്കാണ്ട് കയറുകയാണ്. അപ്പോൾ ഇനി മക്ഡൊണാൾഡ്സ് തിരഞ്ഞു പോയിട്ടുണ്ട്, സാധനം കിട്ടാൻ സാധ്യതയില്ല. സാധനം മക്ഡൊണാൾഡ്സാണ് സാധാരണ റോഡിൽ കംപ്ലീറ്റ് കാണാറില്ല, അല്ലെങ്കിൽ പിന്നെ KFC. അപ്പോൾ ഇവിടുന്ന് വല്ല സാൻഡ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. ഇവിടെ എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് ആദ്യം ഒന്ന് പോയി നോക്കണം. പലരും പല പർച്ചേസിലാണ് ഇവിടെ. ചോക്ലേറ്റായിട്ടും
ബിയർ കഴിക്കുന്നവർ ബിയറായിട്ടും, ഇത് ചിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ജ്യൂസ് ഐറ്റംസൊക്കെ ഉള്ളത്. ഇവിടെ കുറേ ബുക്ക്, മാഗസിൻ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫുഡുകൾ, ഈ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ചിക്കൻ ഇങ്ങനെ സാൻഡ്വിച്ചും ഇതുപോലത്തെ ഒരു ജ്യൂസാണ് കുടിച്ചിട്ടുള്ളത്, ബെർബറി. ഇത് ഇവിടുത്തെ ടോയ്ലറ്റാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഭക്ഷണം കഴിച്ചവർക്ക് കൂപ്പൺ ഭക്ഷണം ഇവിടുന്ന് കഴിച്ചുകൊണ്ട് ആ ബില്ല് ഉള്ളതുകൊണ്ട് ഇവിടെ ഫ്രീ ആയിട്ട് പോവാം. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൂത്രമൊഴിക്കുന്ന സിസ്റ്റം കാണാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ കോയിൻസ് ഇടുക. അതിൽ കോയിൻസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അതിൻ്റെ ബാക്കി കോയിൻസൊക്കെ അതിൽ വരും. പിന്നെ ഇവിടുത്തെ ഈ ഒരു ഗേറ്റ് ഉണ്ട്, അങ്ങോട്ട് പോയാൽ അവിടെ ഓപ്പണായി വരും. പിന്നെ അതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവുക. പിന്നെ ഇവിടെ ഒരു യൂറോപ്യൻകാരൻ ഇതാക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇതേപോലെ തന്നെ ഒക്കെ റെഡിയാക്കി അതിനുള്ള പോയിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ടോയ്ലറ്റ് സിസ്റ്റം. അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള പരിപാടിയില്ല. അത് തുറക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കാശിടണം. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ അതുവരെ സൈഡിലായിരുന്നു ഇരുന്നത്. ഞാനിപ്പോൾ ഫ്രണ്ടിലേക്ക് മാറിയിരിക്കുന്നത്. നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അങ്ങ് ദൂരെ കണ്ടില്ലേ, കംപ്ലീറ്റ് കോടങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു രാത്രിയാവുന്നതിനോട് ബന്ധപ്പെട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പം ഇനി അങ്ങനെ നമുക്ക് ഇത് കണ്ട് അങ്ങനെ പോയിട്ട് നമുക്ക് ജാഗ്രബിലേക്ക് പോകാം. ഈ പേരിടക്കിടക്കും വിട്ടുപോകും, കാരണം ഇവിടുത്തെ പേരെന്ന് പറഞ്ഞാൽ അങ്ങനെ തൊള്ളേ ഒതുങ്ങാത്ത ഓരോ പേരാണ്. ജാഗ്രബ്, ബുഡ പേസ്റ്റ്, ഇങ്ങനത്തെയൊക്കെ പേരുകളാണ്. അപ്പോൾ നമ്മൾ ഇനി റോഡ് സൈഡിലെ കാഴ്ചകൾ കംപ്ലീറ്റ് കാണാം. രണ്ട് സൈഡും പിന്നെ പച്ചപ്പോണ്ടുള്ളൊരു തിരക്കാണ്. ഈ നാട്ടിൽ നല്ലോണം കൃഷി ഉണ്ടാകുന്നൊരു നാടാണ് ഇവിടെയൊക്കെ, പൊതുവേ യൂറോപ്പിൽ. കാരണം കാലാവസ്ഥയൊക്കെ നല്ല തണുപ്പും ഒക്കെ ഉള്ള കാലാവസ്ഥയാണ്. ഇതിവിടുത്തെ ടോളാണ്. ഈ അങ്ങോട്ട് കടക്കണമെങ്കിൽ ഇവിടെ ക്യാഷ് കെട്ടണം. ക്യാഷ് കെട്ടെങ്കിലുള്ള പോകാൻ പറ്റുക. അപ്പോൾ അതായത് ക്രൊയേഷ്യൻ്റെ അങ്ങോട്ടേക്ക് കടക്കാനുള്ള അതാണ്. നമ്മൾ ഏകദേശം ക്രൊയേഷ്യൻ്റെ സിറ്റീൻ്റെ പരിസരത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം ചാറ്റൽ മഴ ഉണ്ട്. ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കനത്ത മഴ ഉണ്ടെങ്കിലാണ് ഈ പ്രശ്നം. പുറത്തിറങ്ങി നടക്കുന്ന സമയത്തും വലിയ ബുദ്ധിമുട്ടാണ്. മറ്റേ ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജാഗ്രബിൽ ഞങ്ങളെ താമസ സ്ഥലം ഒരു മലൻ്റെ മുകളിലാണെന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ ഈ വലിയ ബസ് അങ്ങോട്ടേക്ക് പോകില്ല, വഴിയിൽ നിർത്തിയിട്ട് അവിടുന്ന് പിന്നെ കാറിന് പോകണം. അങ്ങനത്തെ റൂട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ സംഭവം നല്ല പൊളിക്കും തോന്നുന്നു. കാരണം കോടയൊക്കെ ഇറങ്ങുന്നൊരു ഭാഗമാണെന്ന് പറഞ്ഞു ഞങ്ങളെ ഗൈഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട ഇറങ്ങുന്ന ആ ഭാഗത്തൊക്കെ താമസിക്കാൻ. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും. ഇതിവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് സിറ്റി. ഇപ്പം നമ്മളെ ഇത് ജാഗ്രബിൽ സിറ്റി കൂടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്. മഴ എപ്പോഴും ഉണ്ട്. നമ്മുടെ വൈപ്പർ ഇങ്ങനെ ഓണാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം, നമ്മുടെ ക്യാപ്റ്റൻ മൈക്കിൾ. ഇതുണ്ടല്ലോ ഇവിടുത്തെ ട്രാമാണിത്. ഇവിടുത്തെ ട്രാം വേറെ കളറാണ്, ഒരു ബ്ലൂ കളറ്. ഓരോ രാജ്യത്തും ഓരോ മോഡലിലാണ് ഈ ട്രാം ഉള്ളത്. എന്താ വേറെ ട്രാം അതാ പോകുന്നുണ്ടല്ലേ. അത്യാവശ്യം നല്ലോണം ട്രാമുകൾ ഉണ്ട് തോന്നുന്നു. ജാഗ്രബിൻ്റെ ചരിത്രവും കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പം നമ്മളെ സിറ്റി കണ്ടിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാ യാത്ര. 50 വർഷം പഴക്കമുള്ള കേസ് മധ്യസ്ഥതയിൽ നിന്ന് കൊടുക്കും. അതൊക്കെ നിമിഷമുള്ള കഴിവുകളല്ല. നമ്മുടെ മൈക്കിൾ, ക്യാപ്റ്റൻ മൈക്കിൾ വണ്ടി എവിടെയെങ്കിലും സൈഡാക്കാൻ പറ്റുമോ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ സൈഡായി കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങണം.
ഇത് ജാഗ്രബ് സിറ്റി കൂടി പോവാണ്. ക്രൊയേഷ്യൻ്റെ തലസ്ഥാനമാണ് ജാഗ്രബ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഓൾഡ് സ്ക്വയർ ഉണ്ട്. എല്ലാ നാട്ടിലും ഉണ്ടാവും ഓരോ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ഒരു ഓൾഡ് സ്ക്വയർ, ഇവിടുത്തെ അങ്ങാടി. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ വണ്ടി അതിൻ്റെ അങ്ങാടിൻ്റെ അവിടെ നിർത്തില്ല, കുറച്ച് ഇപ്പുറമായിട്ടാണ് നിർത്തുകയെന്ന് പറഞ്ഞു നമ്മളെ മൈക്കിള്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ട്രാഫിക് സിഗ്നലിൽ നമ്മളെ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. ജാഗ്രബിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ZG എന്നാണ്. ZG. ഈ രാജ്യത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ടൊരു നദിയുണ്ട്, സാവാ നദി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മെഡ്വെഡിനിക്ക എന്ന് പറഞ്ഞ ഒരു പർവ്വതമുണ്ട് അതിൻ്റെ തെക്കേ ചെരുവിൽ. ഇവിടെയാണ് നമ്മുടെ ഈ ജാഗ്രബ് സ്ഥിതി ചെയ്യുന്നത്. ക്രൊയേഷ്യൻ്റെയും സ്ലോവാനിയൻ്റെയും പിന്നെ ഇടയ്ക്കുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലാണ് ഈ ജാഗ്രബ് സ്ഥിതി ചെയ്യുന്നത്. ക്രൊയേഷ്യ എന്ന രാജ്യത്താണല്ലോ ഈ ജാഗ്രബ്. ഈ ക്രൊയേഷ്യയിലെ മൊത്തം ജനസംഖ്യയുടെ 4-1 3 ഇടയിലാണ് ഈ ജാഗ്രബിൽ ജനങ്ങളുണ്ട്. 2021 സെൻസസ് എടുത്ത പ്രകാരം 7,67,000 ജനങ്ങളുണ്ട് എന്നാണ് ഇവിടെ കണക്ക്. 641 കിലോമീറ്റർ സ്ക്വയറിലാണ് ഈ ജാഗ്രബ് സ്ഥിതി ചെയ്യുന്നത്. ഇതുണ്ടല്ലേ ട്രാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം ട്രാം കൊണ്ടൊരു തിരക്കാണ്. റോട്ടിൽ കംപ്ലീറ്റ് കണ്ടില്ലേ, അത് ലൈന്, ഇങ്ങോട്ട് ലൈന്, അങ്ങോട്ട് ലൈന്, സകല ഭാഗത്തു കൂടിയും ലൈനാണ്. ഇതുണ്ട് വേറൊരു ട്രാം ഇതാ പോണു. ഇവിടെയൊക്കെ ഈ ട്രാം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം നമ്മുടെ ബസ് നിർത്താനായിട്ടുണ്ട് എന്ന് മൈക്കിൾ പറഞ്ഞേക്കുന്നു. അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ കുടയൊക്കെ ഒന്ന് പിടിച്ചിട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നു. അഥവാ മഴ കനത്തെങ്കിൽ അതിലും വലിയ പ്രശ്നമാണ്. പിന്നെ ബസ് കുറേ അപ്പുറത്താണ് നിർത്തിയിട്ടുണ്ടാകുക. അത് കിട്ടണമെങ്കിൽ വലിയ പണിയാണ്. അപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ബസ് നിർത്തിയിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യൻ്റെ തലസ്ഥാനമായ ജാഗ്രബിലെ സിറ്റി ടൂറാണ് നടത്താൻ പോകുന്നത്. നമ്മുടെ വലിയൊരു ഫുട്ബോൾ പ്ലെയറുള്ള നാടായിരുന്നു മുമ്പ് ക്രൊയേഷ്യ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ചെറുതായിട്ടൊരു ചാറ്റൽമഴ ഉണ്ട്, നല്ല പുല്ല് 2 സൈഡിലുണ്ട്, ഒരു പാസേജ് ഉണ്ട്. കുട പിടിച്ചിട്ടില്ല, കുട പിടിക്കേണ്ട ഒരു ചെറുമട്ടത്തിലുള്ള ചാറിനുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ ജാഗ്ബർഗ് അങ്ങാടിക്കാണ് പോകുന്നത്. ജാഗ്ബർഗ് എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഓരോ അങ്ങാടി. ഇവിടുത്തെ പിന്നെ ഓൾഡ് സ്ക്വയർ എന്നറിയും, അതായത് പഴയ അങ്ങാടി, അവിടേക്കാണ് പോകുന്നത്. ഈ പഴയ അങ്ങാടി തന്നെ 2 ഭാഗം ഉണ്ടാവും. മോൾ ഭാഗത്ത് അങ്ങാടി ഉണ്ട്, താഴത്തെ ഭാഗത്ത് അങ്ങാടി ഉണ്ട്. അപ്പോൾ ഈ 2 ഭാഗം കാണും. ഇവിടെ കുറച്ച് പ്രാവുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പ്രാവുകളെ കണ്ടാൽ ഇങ്ങനെ ഒന്ന് പാർപ്പിക്കാൻ തോന്നും. നമ്മൾ ചെറിയൊരു സൂക്കേടാണ്, ഒന്ന് പാർപ്പിക്കുകയാണ് ഞാൻ. കംപ്ലീറ്റ് പാറിപ്പോയി. ഇവിടുത്തെ കട്ടയെ കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് വിരിച്ചിരിക്കുന്നത്. അതിന് പുറമെ ഒരു വൈറ്റ് കളറിൽ അതും മോഡലാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം. ഇവിടെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ പൂക്കളൊക്കെ ഉണ്ടാവുന്ന കാലമാണ്. ഇപ്പോൾ മഴക്കാലമല്ല ശരിക്കും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വേനൽ മഴ പെയ്താണോ സംശയമുണ്ട്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ നല്ലോണം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് മരങ്ങൾക്കൊന്നും യാതൊരു കുറവുമില്ല. ഇതാണ് ഇവിടുത്തെ ട്രാം. ഒരു നീല കളറാണ് ഇവിടുത്തെ ട്രാമിനുള്ളത്. ഈ ഒരു നാട്ടിലെ ജാഗ്രബിലെ ട്രാമാണ് ഈ കളറ്. നല്ല രസമുണ്ട് കാണാൻ. എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണ് ഈ ബ്ലൂ കളറ്. അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് കടന്നിരിക്കുന്നു ഞാനിപ്പോൾ. ഇത് വേറൊരു ട്രാം ഉണ്ടല്ലേ. ഇത് ഇതേപോലെ കംപ്ലീറ്റ് മൂടിയിരിക്കുന്നു. ഒരു സ്ഥലം ഇനി ബാക്കിയില്ല ഒന്ന് പരസ്യം. എന്നാലും അവിടുന്ന് ഉള്ളിൽ നിന്ന് നോക്കിയാൽ അങ്ങോട്ട് കാണും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലുള്ളും കാണാത്തത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ കാണുന്ന മോഡൽ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ സെൻറ്ററിലൊരു ഒട്ടിക്കൽ അതുമുണ്ട്. മറ്റേ അപ്പുറത്ത് ബ്ലൂ വേറെ പോകുന്നുണ്ട് ആ ഭാഗത്ത് കൂടി. ഈ കാണുന്നതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ പേരൊരു നമ്മുടെ വായ കിട്ടാത്തൊരു പേരാണ്. ജാഗ്രബ് ഗ്ലാവ്നി ക്ലോഡോദോർ എന്നാണ് അതിൻ്റെ പേര്. ഗ്ലാവ്നി ക്ലോഡോദോർ. അത് നമുക്ക് പിന്നെ പെട്ടെന്നൊന്നും കിട്ടില്ല, അങ്ങനെയാണ് അതുള്ളത്.
കുറേ പഴക്കമുണ്ട് അതിന്. 1892 അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് പുനർനിർമ്മിച്ചിന്ന്. അത് 1987 പുനർനിർമ്മിച്ച്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ഓൾഡ് പിന്നെ അങ്ങാടി കണ്ടു കഴിഞ്ഞ ശേഷം വീണ്ടും അങ്ങോട്ടേക്ക് പോകണം. ഇവിടെയൊക്കെ നല്ലോണം പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സൂപ്പറാക്കിയിട്ട്, നല്ല പുല്ലെന്ന് പറഞ്ഞാൽ അടിപൊളിയാക്കിയിരിക്കുന്നത്. പുല്ലുകളെ കൊണ്ടൊരു സൂപ്പറാക്കിയിരിക്കുന്നത്. ഈജിപ്ത് യാത്രയിലാണ് ഈ കാക്കനെ കാണിച്ചത്, നിങ്ങൾക്ക് ഓർമ്മയില്ല. അതേപോലെ ഇവിടെ സാഗ്രബ് അല്ല, സൂപ്പർ പേരല്ലേ സാഗ്രബ്. അപ്പൊ അവിടുത്തെ വെള്ള കാക്കയാണിത്. ഇതുണ്ടല്ലോ ഇവിടെയുള്ള ലേഡീസൊക്കെ കൊടടിച്ച് പോകുന്നു. ചെറുതായിട്ടൊരു മഴ ഉണ്ട്. ബെർഗനിലെ ഒരു എപ്പിസോഡ് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു, സ്കാൻഡിനേവിയൻ കൺട്രിയിൽ നോർവേയിലെ. അതുപോലെ ഒരു ചാറ്റൽ മഴ ഉണ്ട് ഇവിടെ. 2 ദിവസമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞവിടെ. ഈ സാഗ്രബ് അങ്ങാടി എല്ലാ നാട്ടിലും ഉണ്ടാവില്ല ഓരോ അങ്ങാടി. അപ്പോൾ ഇവിടുത്തെ അങ്ങാടി എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്ക്വയർ എന്നാണ് അവിടേക്ക് പറയുക. ഈ ഓൾഡ് സ്ക്വയറിൽ തന്നെ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ ഓൾഡ് സ്ക്വയർ അങ്ങാടിക്കാണ് പോകുന്നത്. ഈ ഓൾഡ് സ്ക്വയറിൽ തന്നെ 2 പോർഷനായിട്ടാണുള്ളത്. ഒന്ന് അപ്പർ പോർഷനും ഉണ്ട്, പിന്നെ ഒന്ന് ലോവർ പോർഷനും ഉണ്ട്. ഇപ്പം നമ്മൾ പോകുന്നത് ആദ്യം ലോവർ പോർഷനിലേക്കാണ്, പിന്നെ അപ്പർ പോർഷനിലേക്ക് പിന്നീടാണ് പോകാൻ. എൻ്റെ മുകളിലാണ്, കുറേ മുകളിലാണെന്ന് പറഞ്ഞു നമ്മളെ ഗൈഡ്. ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ലോവർ പോർഷനിലേക്കാണ്. അവിടെ ഈ ആളുകളൊക്കെ ഒന്നായിട്ട് മീറ്റ് ചെയ്യുന്നതും, പിന്നെ ഇവിടുത്തെ സ്റ്റാൻഡും, ബസ് സ്റ്റാൻഡും, ട്രാം സ്റ്റാൻഡും, പിന്നെ കുറേ വേൾഡ് ഹെറിറ്റേജിൻ്റെ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ആ ഒരു സ്ക്വയർ. അതായത് താഴത്തങ്ങാടി അറിയില്ല, അതേപോലെ താഴത്തുള്ള ഭാഗം, പിന്നെ അപ്പർ വേറൊരു ഭാഗമുണ്ട്, അത് ഇതിൻ്റെ മുകളിലാണ്. അത് കുറേ അങ്ങോട്ട് നടന്നു പോകണം എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് തന്നെ കയറണം അങ്ങോട്ട്. അതായത് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ഒന്നും. അതാണ് ഉയരമുള്ള അങ്ങാടി. മറ്റേത് താഴത്തുള്ള അങ്ങാടി. അപ്പോൾ താഴത്തുള്ള അങ്ങാടിക്ക് നമുക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടോളി. ഇവിടേക്ക് ബസ് നിർത്തൂല, അതാണ് ബസ് അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്രോസ് ചെയ്യണം. ഇവിടെ ക്രോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന വേണം, അല്ലാണ്ട് ചാടി പിടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ സിഗ്നൽ ഓണായെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുക, ഈ ഒരു ലൈനിൽ കൂടി. അതിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ആവുമെന്ന് വിചാരിക്കുന്നു സിഗ്നൽ. ഇപ്പോൾ സിഗ്നൽ റെഡി ആയിക്കുന്നു. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഏരോ മാർക്കിലുണ്ട് പല സ്ഥലങ്ങളും. ഇതിവിടെ ഒരു ചെറിയൊരു ഗാർഡനും പിന്നെ കുറേ ചോപ്പ് ഇത് കണ്ടില്ല നേരെ ആ ഭാഗങ്ങളിൽ ഒക്കെ ചെറിയ ചെറിയൊരു തട്ടുകടകൾ പോലത്തെ ഒരു കടകളാണ് ആ ഭാഗത്തുള്ള. ഈ പാർക്കിനോട് ബന്ധപ്പെട്ടുള്ള തട്ടുകടകളാണ്. ചെറുതായിട്ട് മഴ ചാറുന്നതുകൊണ്ട് പാർക്കിലൊന്നും ആളുകൾ കാണാനില്ല, അല്ലെങ്കിൽ ഇവിടെ ആളുകൾ ഉണ്ടാവേണ്ടതാണ്. കാരണം പാർക്ക് മഴ പെയ്താൽ പിന്നെ പൊതുവെ ജനങ്ങൾക്കൊരു ചടപ്പായിരിക്കും പുറത്തിറങ്ങാൻ. ഇതുണ്ടല്ലേ, ഇവിടുത്തെ ഒരു ട്രാമാണ് കംപ്ലീറ്റ് ഇങ്ങോട്ട് പരസ്യം മൂടിയിരിക്കുന്നത്. ഒരു സെൻറ്റിമീറ്റർ വരെ സ്ഥലമില്ല, അതിൻ്റെ ഉൾഭാഗം കാണാനുള്ള ഭാഗമല്ല. ഇവിടെ ഒരു പുരാവസ്തു മ്യൂസിയം ഉണ്ട് ഈ സാഗ്രബിൽ. ആ പുരാവസ്തു മ്യൂസിയം 1836 അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ആ പുരാവസ്തു മ്യൂസിയം. ഏകദേശം 4,50,000-ലധികം വൈവിധ്യമാർന്ന പുരാവസ്തുക്കളും സ്മാരകങ്ങളും സാധനങ്ങളും ഇവിടെ ഉണ്ട്. പഴയ പുരാവസ്തു സാധനങ്ങളുണ്ട്. അതിൽ കൂടുതലും ഇവിടുത്തെ ക്രൊയേഷ്യയിൽ നിന്ന് തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം മൊത്തം. ഇവിടുന്ന് കുറച്ചുള്ളൂ ഇനി ഓൾഡ് സ്ക്വയറിലേക്കുള്ളത്. ഈ കാണുന്നതാണ് ആ മ്യൂസിയം. 1846 മുതൽ ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നെടുത്തിട്ടുണ്ട് ഈ മ്യൂസിയം. ഇവിടെ അങ്ങനെ പല ബോർഡുകളുണ്ട്, ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളതും ഉള്ള കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത്. ഇവിടെ ചെറിയൊരു പോപ്കോണിൻ്റെ ഒരു കടയുണ്ട്. പുള്ളിക്കാരത്തി ഒരു കുടയൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വിൽക്കുകയാണ്. സാഗ്രബിലെ ഒരു സ്ക്വയറിലാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സ്ക്വയറിൽ വന്ന് നിൽക്കും. വേൾഡ് ഹെറിറ്റേജിൽ പെട്ട ഭാഗമാണ് ഇവിടെ. ഈ ക്രൊയേഷ്യ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും മറ്റും ഉണ്ട് ഇവിടെ.
ട്രാമാണ് വരുന്നത് പോകുന്നത്. ഈ ചാറ്റൽ മഴ ഉണ്ടായിട്ട് ഇവിടുത്തെ നിലം കംപ്ലീറ്റ് ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്. ഒരു വഴുവഴുപ്പുണ്ട് ഈ റോട്ടിലൊക്കെ. ഇവിടെയാണ് എല്ലാ സംഭവങ്ങളും ഉള്ളത്. ട്രാം സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത്. ഇത് പോലീസ് വണ്ടിയാണ് പോകുന്നത്. ഇതിവിടെ ഒരു പ്രാവുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് ഒന്ന് പറപ്പിക്കണം. ഒന്നങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങോട്ട് പറക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഇത് വേറൊരു സൈസ് ട്രാമാണ് ഈ പോകുന്നത്. ഇവിടുത്തെ കളറ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഈ ട്രാമിനുള്ളത്. ഇവിടെ കണ്ടമാനം ട്രാമുകളുണ്ട്. ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു വെള്ളം, ഒരു ഫൗണ്ടനാണ്. അധികം പൊന്തുന്നില്ല. ഇത്ര തന്നെയുള്ള അതിൻ്റെ ഉയരം തോന്നുന്നുണ്ട്. ഈ പ്രാവുകളൊക്കെ വെള്ളം കുടിക്കൽ ഇവിടെ വന്നിട്ടാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു സമയമുണ്ട്. ഇപ്പം 4:10 10ലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് ചാടിയൊക്കെയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ക്ലോക്ക് ടവർ എന്ന് പറയും. ഈ ഒരു സ്ക്വയറിലുള്ളൊരു ക്ലോക്കാണ്. ആർക്കെങ്കിലും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ അങ്ങനെ വാച്ചിൻ്റെ താഴത്തുണ്ട് പറഞ്ഞാൽ ആളുകൾ ആ വാച്ചിൻ്റെ താഴത്ത് വന്ന് നിൽക്കും. ട്രാമുകൾ കണ്ടമാനം വന്നും പോയി കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാലൊരു ട്രാമിൻ്റെ സമ്മേളനം തോന്നും. ഇവിടെയുണ്ട് ടീച്ചർമാർ കുട്ടികളെയും കൊണ്ട് പോകുന്നു. കണ്ടില്ലേ? ഇത് കുറച്ചും കൂടി വലുപ്പമുള്ള കുട്ടികളാണ്. പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ടും മിക്സറായിട്ടുള്ളതാണ്. ഇവരെ കുട പിടിച്ചിരിക്കുന്നത്. ഞാൻ കുട പിടിച്ചിട്ടില്ല. ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളത്. നമുക്ക് ഇവരൊന്നും ചാറ്റൽ മഴ കൊള്ളാത്ത ആൾക്കാരാവുന്നുണ്ട്. നമ്മളിത് മഴൻ്റെ സമ്മേളനമുള്ള നാട്ടിൽ നിന്ന് വന്നതല്ലേ. ഇവർക്കൊന്നും വളരെ അപൂർവമായിട്ടാണ് മഴ കിട്ടുക തോന്നുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും കുട കാണാനുണ്ട്. ഇവിടുത്തെ ഒരു സ്ക്വയറിൽ, ഇതൊരു ഓൾഡ് സ്ക്വയറാണ്. ഈ സ്ക്വയറിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ തന്നെ നല്ല രസമാണ്. കാരണം പല ആൾക്കാരും വരും പോവും, ട്രാം വരും പോവും. പഴയകാല ട്രാമും പുതിയ ട്രാമും ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ തമ്മിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പലർക്കും പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഇന്ന സ്ക്വയറിലുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കാണാം. ഇതൊരു കോയിൻ്റെ പരസ്യമാണ് ഈ ഒരു ട്രാമുള്ള. കണ്ടില്ലേ? അതിൻ്റെ ബാക്കിയൊന്നും കാണാനില്ല, കംപ്ലീറ്റ് മൂടിയിട്ടുള്ളതാണ്. അങ്ങനെ പല കമ്പനിക്കാരെ പരസ്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ മുകളിൽ പോയി മഴയത്താണ് അതിൻ്റെ മുകളിൽ പോകുന്നത്. എപ്പോഴാണ് കുട്ടിപ്പടഞ്ഞ് വീഴുകയെന്ന് അറിയാൻ പറ്റില്ല. അത്രക്കും പ്രാക്ടീസാണ് ഇവരെ സംബന്ധിച്ച്. യാതൊരു ആണായിട്ടും പെണ്ണാണോ കുട്ടികളാണോ കുറച്ച് പ്രായമുള്ളവരാണോ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഇത് വേറൊരു ടൈപ്പ് ട്രാമാണ്. മറ്റേത് നമ്മുടെ കൽക്കട്ട മോഡൽ പഴയ പാട്ട ട്രാമാണ് ആ പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ഈ സ്ക്വയറിലെ കാര്യങ്ങൾ ഇവിടെ ഉള്ള വരുന്നത്. ഒരു ആണാണോ പെണ്ണാണോ എന്നറിയില്ല. പെണ്ണിൻ്റെ കോലം ആണിൻ്റെ മുഖമാണ് ഇത് ഇവൾക്ക്. ഞാൻ ഈ ഒരു സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോ ക്ലിപ്പുകളൊക്കെയാണ്. ഈ ക്യാപിറ്റലിൽ ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ അത്ര ജനസംഖ്യ ഒന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ എപ്പിസോഡാണ് നമ്മുടെ എപ്പിസോഡ്. ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. ഞാനിപ്പോൾ ഉള്ളത് സാഗ്രബിലെ ഓൾഡ് സ്ക്വയറിലാണ്. ഇവിടെ ഒരു കത്തീഡ്രൽ ഉണ്ട്, സാഗ്രബ് കത്തീഡ്രൽ എന്ന്.
അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, കത്തീഡ്രൽ ഓഫ് ദി അസംഷൻ ഓഫ് മേരി എന്ന അതിൻ്റെ മറ്റൊരു പേര്. സാഗ്രബിലെ ക്യാപിറ്റോളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു റോമൻ കത്തോലിക്ക കത്തീഡ്രൽ പള്ളിയാണ് ഇതുള്ളത്. ക്രൊയേഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമാണിത്. ഈ കത്തീഡ്രല് മേരിയുടെ സ്വർഗാരോഹണത്തിനും ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരായ സെൻറ്റ് സ്റ്റീഫൻ, സെൻറ്റ് ലാഡിസ്ലാസ് എന്നിവർക്കായിട്ട് ഇത് സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മിനാരത്തിൻ്റെ, അതായത് ഇതിൻ്റെ 2 ഭാഗത്ത് മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ 2020 ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് കേടുപാടുകൾ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇത് ഇവിടത്തിൻ്റെ പരിസരത്ത് തന്നെ ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഓൾഡ് ടൗണിൻ്റെ ഈ ഭാഗത്തുള്ള കുറേ മോഡലുകളാണത്. ഇങ്ങനെ പൊതുവെ യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. മുമ്പ് ഞാൻ മ്യൂണിക്കിലൊന്ന് കാണിച്ചിരുന്നില്ലേ, ഇതിൻ്റെ അതേപോലെ നല്ല സ്റ്റൈലാണ്. മെറ്റലിലാണ് ഇത് ഉണ്ടാക്കിയിട്ടില്ല, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതുകൊണ്ട് വല്ലാണ്ട് കേടൊന്നും വരില്ല ഈ ഒരു സംഭവം. കത്തീഡ്രലിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നഗരത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളൊന്നും ഈ കത്തീഡ്രലിൻ്റെ മിനാരം, അതായത് ഇതിൻ്റെ 2 സൈഡിലുള്ളത് ഇങ്ങനെ കാണും. അത് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കാണ് ഈ സാഗ്രബിൻ്റെ ഭാഗത്തുള്ള. ഇത് അതിൻ്റെ മുന്നിൽ തന്നെ കുറച്ച് പ്രതിമകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ രാജാക്കന്മാരും മറ്റൊക്കെ. അതിൻ്റെ 2 മെയിൻ്റനൻസ് നടക്കുകയാണ് അവിടെ. ഇതൊരു റൗണ്ട് അബൌട്ട് പോലെ ഒരു സംഭവമാണ്. ആ റൗണ്ടിലാണ് ഇത് നിൽക്കുന്നത്. നല്ല ഇങ്ങനെ ഉയരത്തിലാണ്. അപ്പോൾ എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലാൻഡ് മാർക്കാണ് ഈ കത്തീഡ്രൽ. 13-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് 1906 കാലഘട്ടത്തിൽ ഇത് പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇതൊരു മാർക്കറ്റ് ഏരിയയാണ് ഇവിടെ ആകെ പിന്നെ മഴ പെയ്തിട്ട് ഇങ്ങനെ ചളിവിളിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം 4:45 സമയം. മാർക്കറ്റൊക്കെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഉള്ളൊരു മാർക്കറ്റാണ് ഇവിടുത്തെ. അത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. മാർക്കറ്റുകൾ പൊതുവെ രാവിലെ മുതൽ ഉച്ചനുള്ളിലായിട്ട് എല്ലാ മാർക്കറ്റുകളും കഴിയുമല്ലോ. കാരണം അവിടുന്ന് സാധനങ്ങളൊക്കെ ഹോൾസെയിൽ കൊടുക്കലും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഏകദേശം അതൊക്കെ ക്ലോസ് ആയിട്ടുണ്ടാവും. അതേ കുറച്ച് മല്ലിച്ചപ്പം പുതിനയൊക്കെ ഉണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. കുറച്ച് വേസ്റ്റ് സാധനങ്ങൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇതിവിടുത്തെ നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ലോവർ പിന്നെ ടൗണാണ് ഈ ഭാഗമുള്ളത്. ഇനി അപ്പർ സ്ക്വയർ, അപ്പർ ടൗൺ ഉണ്ട്, അവിടേക്ക് പോകുന്ന വഴിയാണ്. ഇതിൽ കൂടെ അങ്ങനെ നടന്നങ്ങനെ പോകുക വേണ്ടത്, എന്നാലാണ് ആ അപ്പർ ഇതിൻ്റെ മുകളിലേക്ക് എത്തുക. പിന്നെ സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പരന്ന സ്ഥലത്ത് കൂടി അങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടുത്തെ ചൂലാണ് ഇത്. കാരണം ഇതുണ്ടല്ലേ, ഇത് ഈർക്കലല്ല, എന്തോ ഒരു കമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചൂലാണ്. ഇതുണ്ട് ഇവിടെയൊക്കെ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ താണ്ട്. ഇവിടെ ഒരു യൂറോപ്പാറുണ്ട്, ഇവിടെ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ ഈ ഭാഗത്ത്. എനിക്ക് തോന്നുന്നു ഇനി നാളത്തെ മാർക്കറ്റ് തുടങ്ങാനാവുമ്പോഴത്തേക്ക് ക്ലീൻ ആക്കിയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ കന്യാസ്ത്രീയുടെ ഒരു പ്രതിമ ഉണ്ട് തോന്നുന്നു, തലയിലൊരു പാത്രമൊക്കെ വെച്ചിട്ട്. ഇതിങ്ങനെ നേരെ അങ്ങോട്ട് പോകണം. ഇവിടുത്തെയൊക്കെ കട്ടയൊക്കെ ഞാൻ മുമ്പ് പറയലില്ലേ, സ്ഥിരമായിട്ട് നല്ല സൂപ്പർ കട്ടയാണ് എന്നുള്ളത്. ഇവിടുത്തെ ഒരു ബാങ്കാണ്. പിന്നെ ഒരു റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. ഇതുണ്ടല്ലോ, നല്ല ഒരു ഗ്ലേസിങ് മോഡലുള്ള ഒരു കട്ടയാണ്. കുറഞ്ഞ തുണി കൂടുതൽ വില, ആ ഒരു ഷോപ്പാണിത്. ഇതിവിടെ ഇടക്കിടക്ക് ഇങ്ങനെ കാണാം അങ്ങനത്തെ ഷോപ്പുകൾ. ഇത് ഒരു തുർക്കി ലുക്കാണ് ഈ ഒരു സ്ട്രീറ്റ്. ഞാൻ മുമ്പ് തുർക്കിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുർക്കിയിൽ ഇതേപോലത്തെ ഒരു സ്റ്റൈലിൽ കുറേ സ്ട്രീറ്റുകളുണ്ട്. ഇവിടെ മുമ്പ് തുർക്കി ഭരിച്ചിരുന്നു. ഇതുണ്ടല്ലേ, ആകെ കുറഞ്ഞ വീതിയുള്ളൂ. പക്ഷേ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ബിൽഡിങ്, ഒരു പഴയകാല കെട്ടിടങ്ങളാണ്. ഇതിങ്ങനെ കയറ്റാണ് ഇങ്ങനെ. അത് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ നടന്നു നോക്കുമ്പോഴാണ് ആ കയറ്റം അങ്ങനെ ഫീൽ ചെയ്യുക. കയറി 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 അങ്ങനെ മുകളിലേക്ക് കയറുക. ഒരു ചെറിയൊരു നായ്ക്കുട്ടി വരുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്, ബൊമ്മക്കുട്ടീനെ പോലെ ഉണ്ടത്. നല്ല സൂപ്പറായിരിക്കുന്നത്, നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട്. എനിക്ക് വേണ്ടിയിട്ട് അത് നിർത്തി തന്നാണ് അതിൻ്റെ പിന്നെ മുതലാളി പെണ്ണുങ്ങൾ. ഇഷ്ടംപോലെ നായ്ക്കുട്ടികളെയും കൊണ്ട് നടക്കും ഇവിടെ. ഈ നാട്ടിൽ തന്നെ ഉള്ളൂ ഈ നായ്ക്കുട്ടികൾ വളരെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, വല്ല എ സിയിലും സ്ഥിരമായിട്ട് ഇടേണ്ടി വരും. ഇത് വേറൊരു റെസ്റ്റോറൻറ്റിൻ്റെ സൈഡ് ഭാഗമാണ്. അങ്ങനെ
സൈഡിൽ കൂടി അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഇത് വേറെ റെസ്റ്റോറൻറ്റുകൾക്കൊന്നും യാതൊരു ക്ഷാമമില്ല. ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാവും. കൂടുതലും ഇവിടെ ബിയർ കുടിക്കൽ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അധികവും. ബൊഹീമിയൻ എന്ന് വിളിക്കുന്ന ഈ സാഗ്രബിലുള്ള കുറച്ച് കഫേകൾ ഉള്ള ഭാഗങ്ങളിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നു വന്നിട്ടുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ അതിൽപ്പെട്ടത് തന്നെയാണ്. ഈ ക്രൊയേഷ്യയിൽ 5 പരമ്പരാഗത വിഭവങ്ങളുണ്ട്. അതിലത്തെ ഒന്നാണ് മിലിഞ്ചി. പിന്നെ രണ്ടാമത്തത് ഇസ്ട്രിയൻ ഫൂസി എന്നറിയും. പിന്നെ മൂന്നാമത്തത് സ്ലവോനിയൻ ഷെപ്പേർഡ് പായസമുണ്ട്. പിന്നെ പെഗ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ സ്ട്രുക്ലി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതൊക്കെ ഈ ക്രൊയേഷ്യൻ്റെ പരമ്പരാഗത വിഭവങ്ങളാണ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ കിട്ടും. ഇത് റെസ്റ്റോറൻറ്റിൽ ഇതിങ്ങനെ ചെറിയൊരു ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റാണ്. ഇവരുടെ പരമ്പരാഗതമായ ഫുഡുകളും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിയർ ഐറ്റംസുകളും കിട്ടുന്ന സ്ഥലമാണ് ഈ ഒരു സ്ട്രീറ്റ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ട്രീറ്റിലാണ് ഇവരെ പരമ്പരാഗത വിഭവങ്ങളൊക്കെ കിട്ടുക. ഓരോ നാട്ടിലും ഓരോ തരം ഭക്ഷണ വിഭവങ്ങളുണ്ടാവും. അത് ആ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ അത് ടേസ്റ്റ് ആവണമെന്നില്ല. ഈ ഭാഗത്ത് ഒരു കോർണറിൽ ഇങ്ങനെ ഒരു ഗാർഡന് പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റിൽ കൂടി അങ്ങോട്ട് കയറി വരാം. ഇതിങ്ങനെ സ്റ്റെപ്പുകളായിട്ടുണ്ട്. മറ്റേ ഭാഗത്ത് കൂടി ഇങ്ങനെ ഒരു റാമ്പ് മോഡലുണ്ട്. അതായത് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെ മുകളിൽ കൂടി റാമ്പ് കയറി വരാം. ഇവിടെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മെറ്റൽ കൊണ്ടാണ് ഇവിടെയുള്ള ഈ പ്രതിമകൾ കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റലിയിൽ അത് കൂടുതലും മാർബിളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ അത് മെറ്റലിലാണ് കാണുന്നത്. സ്റ്റോൺ ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കുന്ന ആ കാണുന്നതാണ് ഈ സ്റ്റോൺ ഗേറ്റ് കവാടം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഈ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കാണാം. ഇവിടെ ഒരു മെറ്റൽ പ്രതിമ ഉണ്ട്. ഇതൊരു ആണുങ്ങളെ പ്രതിമയാണ്. എന്താണെന്ന് നമ്മൾ എഴുതിയിട്ടില്ല. അതിൻ്റെ ഉള്ളൊരു പിന്നെ സ്കാൻ ചെയ്യുന്നൊരു സാധനമുണ്ട്. അത് ഞെക്കി കഴിഞ്ഞാൽ അതിൽ കിട്ടും. നമ്മളെ കയ്യിൽ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് ഓണാക്കിയിട്ടില്ല. അപ്പം ഇനി നമുക്ക് സ്റ്റോൺ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അങ്ങോട്ട് കടക്കാം. ഇതൊക്കെ ഒരു പോകുന്ന വഴിയിൽ കൂടിയാണ് ഇതുള്ളത് കേട്ടോ. നഗരത്തിലേക്കുള്ള കിഴക്കൻ കവാടവും ഈ സാഗ്രബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമാണ് ഈ സ്റ്റോൺ ഗേറ്റ്. ഈ സാഗ്രബിലുള്ള പഴയ കോട്ടകളുടെ ഇപ്പം ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു പ്രവേശന കവാടമാണ് ഈ ഒരു സ്റ്റോൺ ഗേറ്റ് കവാടം. ഇവിടെ ആൾക്കാർ നിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു സ്പേസ്. ഇതൊക്കെ പോകുന്ന വഴിയിൽ തന്നെയാണ് ഉള്ളത്. ഈ 13-ാം നൂറ്റാണ്ടിൽ ഈ പട്ടണത്തിലേക്കുള്ള 4 പ്രധാന കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതിലത്തെ ഒന്നാണ് ഈ ഒരു സ്റ്റോൺ ഗേറ്റ് കവാടം. ഈ സ്റ്റോൺ ഗേറ്റ് കവാടത്തിനെ പറ്റിയിട്ട് ഒരുപാട് ചരിത്രവും കഥയും ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ പിന്നെ നോക്കി പഠിക്കുക. ഇനി അടുത്ത ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെയൊക്കെ മുമ്പ് തുർക്കികൾ ഭരിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു തുർക്കി സ്റ്റൈലുണ്ടെന്ന്. ഇതിലെങ്ങനെ ഉണ്ട് നേരെ പോകണം. ഇവിടെ ഒന്നും റോഡ് സൈഡിൽ മണ്ണില്ല കേട്ടോ. നിലത്ത് കംപ്ലീറ്റ് ഈ കട്ട വിരിച്ചൊരു മോഡലാണ്. ഈ കാണുന്നതാണ് സെൻറ്റ് മാർക്സ് പള്ളിയാണ്. 1880-ലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പലവിധ കളറിലുള്ള ടൈൽസ് മേൽക്കൂരയാണ് ഇതിലുള്ളത്. സെൻറ്റ് മാർക്ക് സ്ക്വയറിൽ തന്നെയാണ് ഈ പള്ളി നിൽക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഈ സെൻറ്റ് മാർക്സ് സ്ക്വയർ. ആ കാണുന്നതാണ് ഇവിടുത്തെ പാർലമെൻറ്റിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം. ഈ കൊട്ടാരത്തിൻ്റെ പേര് ബാൻസ് പാലസ് എന്നാണ് അതിന് അറിയപ്പെടുന്നത്. ഇവിടെ ഈ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരമോ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ട് ഇവിടെ അങ്ങനെ പോലീസ് സെക്യൂരിറ്റിയോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം. ഇവിടേക്ക് ഇവരുടെ ഭാഷയിൽ ഇവർ ഗ്രോഡക് എന്ന് പറയും. പിന്നെ അതായത് ഈ ചതുരത്തിന് അതിന് പുറമെ ഈ ഒരു സ്ഥലത്തിന് ഗോൺജി ഗ്രേഡ്, അതായത് അപ്പർ ടൗണിലാണ് ഇത് നിൽക്കുന്നത്, ഈ സ്ക്വയർ നിൽക്കുന്നത്. ഈ സ്ക്വയറിൻ്റെ മധ്യഭാഗത്ത് ഇതാണ് സെൻറ്റ് മാർക്സ് ചർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് എൻ്റെ ടൈൽസ് നല്ല സൂപ്പർ ടൈൽസാണ്. എൻ്റെ പുറംഭാഗം കംപ്ലീറ്റ് നല്ല പലവിധ കളറിലുണ്ട്. ഇവരെ ചിഹ്നവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ടോപ്പിലുണ്ട്. വലിയൊരു തൂണുണ്ട് അതിൻ്റെ മുകളിൽ നല്ല ഉയരത്തിലുള്ള. ഇവിടുത്തെ ഫ്ലോർ ഉണ്ടല്ലോ വല്ല പിന്നെ
നമ്മുടെ പഴയ കാലത്ത് മൊസൈക്ക് ഇട്ട അതേപോലത്തെ ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗമാണ്. ഈ സ്ക്വയറിലാണ് ഈ ക്രിയേഷൻ ഗവൺമെൻറ്റിൻ്റെ പലവിധ സർക്കാർ കെട്ടിടങ്ങളും ഇവരുടെ പിന്നെ ക്രിയേഷൻ പാർലമെൻറ്റും മന്ദിരവും ഇവരുടെ ക്രിയേഷൻ ഭരണഘടന കോടതി ഒക്കെ ഈ ഒരു സ്ക്വയറിലുള്ളത്. 2006 ഈ ഒരു സ്ക്വയറുടെ വിപുലീകരണമൊക്കെ നടത്തി കുറേ മെയിൻ്റനൻസും കുറേ പുതുക്കിപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ക്വയറിൽ. ഇവിടെ ഒരു പഴയ കാറ് നിട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മുമ്പുണ്ടായിരുന്ന അംബാസഡർ ഉണ്ടല്ലോ, അംബാസഡറിൻ്റെ അതേപോലത്തെ ബെൻസ് വണ്ടി ZG എന്ന് പറഞ്ഞാൽ ജാഗ്രബിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടില്ലേ, അംബാസഡറിൻ്റെ അതേ ലുക്കിൽ തന്നെ ഉള്ള ബെൻസ് കാറാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു മ്യൂസിയമാണ്. ഇവിടെ പിന്നെ മ്യൂസിയങ്ങൾക്ക് യാതൊരു ക്ഷാമമല്ല, ഇഷ്ടംപോലെ മ്യൂസിയങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാനുള്ളൊരു സമയമില്ല. പൊതുവേ മ്യൂസിയത്തിൽ കയറാൻ എനിക്ക് വലിയ താല്പര്യമില്ല. ഈ സെൻറ്റ് മാർക്ക് ചർച്ച് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് വൈറ്റ് കളറിൽ മൂടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അവിടെ മെയിൻ്റനൻസ് ഇറക്കുകയാണ്. മെയിൻ്റനൻസ് ഇവിടെ ഇടക്കിടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, കുറേ പഴക്കമുള്ള പള്ളിയാണല്ലോ. ഇതാണ് ഇവിടുത്തെ സെൻറ്റ് കാതറിൻ ചർച്ച്. 1632 ഇതുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊരു 19-20 നൂറ്റാണ്ടിൽ രണ്ടാമത് പുനർനിർമ്മിച്ചിരുന്നു ഈ പള്ളി. ഇവിടുത്തെ ഗോർജി ഗ്രാഡ്, അതായത് അപ്പർ ടൗണിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ജാഗ്രബ് പട്ടണത്തിൻ്റെ താഴ്ഭാഗങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ കാണാം. നല്ല സൂപ്പർ കാഴ്ചയാണത്. ഇനി ഇവിടുന്ന് അങ്ങനെ താഴേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ഇതിലിങ്ങനെ കയറി വരാം, മറ്റേ ടൗണിലൂടെ അങ്ങനെ കയറി വരാം. ഇതിലെങ്ങനെ പിന്നെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാം. ഈ ഒരു ഭാഗത്ത് കുറച്ച് മെറ്റൽ പ്രതിമകളൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും മെറ്റൽ കൊണ്ടുള്ള പ്രതിമകളാണ്. ഇതാ പള്ളിയാണ് നേരത്തെ നമ്മൾ കണ്ടിരുന്നത്. ഇത് ജാഗ്രബെന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാമെന്ന് പറഞ്ഞിരുന്നില്ല മുമ്പേ. ഇതൊരു പിന്നെ ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്കും കൂടിയാണ് ആ കാണുന്നത്. ഇവിടെ ഈ സ്നേഹപ്പൂട്ടുണ്ട്. സ്നേഹപ്പൂട്ടില്ലാത്ത സംഭവങ്ങൾ ഇവിടെയൊക്കെ ഒന്നായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന ഭാഗമായി കിടക്കുകയാണ് ഇവിടെ. ഇനി അങ്ങനെ താഴേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാ. സ്റ്റെപ്പുകളുണ്ട്. ഈ മഴ ഉള്ളതുകൊണ്ട് ചെറിയൊരു വഴുക്കലുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ഒക്കെ ഇങ്ങനെ കുറേ കാടൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെല്ലുന്നത് പിന്നെ ഒരു റോട്ടിലേക്കാണ്. അങ്ങനെ ഒരു വഴിയുണ്ട്. നമ്മൾ നേരത്തെ വന്നിരുന്നൊരു വഴിയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലത്തേക്കാണ് ഈ റോഡ് എത്തുന്നത് നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറേ കളറ് ചുമരുമരൊക്കെ ആകെ കുത്തി വരച്ചിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുത്തി വരച്ച തന്നെയാണ്. എന്തൊക്കെ കളറും കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് നോട്ടീസോ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ് കുത്തി വരച്ചിട്ട് തന്നെയാണിത്. ഇതിങ്ങനെ ഒരു ഇടുങ്ങിയൊരു ഗല്ലിയാണ്. ഇതിലൂടെയും ഇതിൻ്റെ മുകളിലേക്ക് ചെല്ലാം. നമ്മൾ വന്നിട്ടുള്ളത് അപ്പുറത്തേക്ക് മറ്റേ ഭാഗത്തുകൂടി വന്നിട്ടുള്ളത്. ഇതിങ്ങനെ വളരെ വളരെ വീതി പറഞ്ഞൊരു ഇതാണ്. ഇത് വന്നിട്ട് ഇവിടുത്തെ ഈ സ്ട്രീറ്റിലേക്ക് വന്ന് കിടക്കും. ഇതിലൂടെ നേരെ ലെഫ്റ്റിലേക്കായിരുന്നു നമ്മൾ നടന്നു പോയിരുന്നത്. ഇതിങ്ങനെ ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം. ഇതിങ്ങോട്ടേക്ക് താഴേക്കും പോവാം. താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ട്രാമും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗം. Vamos a
ജാഗ്രബില ക്രൊയേഷ്യന്റെ ക്യാപിറ്റലിൽ അവരിപ്പോൾ നല്ലൊരു ഫുട്ബോൾ ടീമാണ്. നമ്മുടെ റോട്ടിൽ പാട്ടും പിന്നെ വീണ വായിക്കലും ഗിത്താർ വായിക്കലൊക്കെ വെച്ചിട്ട് ആൾക്കാർ ക്യാഷ് കളക്ട് ചെയ്തിരുന്നത്. ഇദ്ദേഹം ഈ വയസ്സായാലിവിടെ ഫുട്ബോൾ ഷോ നടത്തിയിട്ടാണ് പിന്നെ ക്യാഷ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരെ ജീവിതമാർഗ്ഗമാണ്. അദ്ദേഹം ചെറിയ പാത്രത്തിൽ അവിടെ തുണ്ട് പൈസ എടുക്കും. ഈ ഫുട്ബോൾ കൊണ്ട് ഇങ്ങനെ ഓരോ കളികൾ കാണിച്ചിട്ട് ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം ഈ ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്ന ആൾ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, അവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്. ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് പോകണം. അതിന് പുറമെ ഇവിടെ ഒരു ബേസ്മെൻറ്റിലൊരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൽ പോകണം. ഇവിടെ 30 നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. 30 സ്പീഡിലാണ് ഇവിടെ വാഹനങ്ങൾ പോകേണ്ടത്. ഇവിടെ റൈറ്റ് സൈഡിൽ സൈക്കിൾ പാർക്കിങ്ങും ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിങ്ങിൻ്റെ ഏരിയ ഉണ്ടാവും. റൈറ്റ് സൈഡിൽ ഇതൊക്കെ സൈക്കിൾ നിർത്തിടാനുള്ള ഒരു ഭാഗമാണ്. ഇത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ലെഫ്റ്റ് സൈഡിൽ. സെൻട്രലിൽ കൂടി അങ്ങനെ പോകാം. ഒക്കെ പഴയകാല കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്. ഓരോ വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ മഞ്ഞ കളറിൽ ഇങ്ങനെ ഓരോ ബോക്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റോഡ് ഇത് ടാർ ചെയ്ത ഭാഗമാണ്. ഈ ഭാഗങ്ങളിങ്ങനെ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമുള്ള കട്ട. ഇവിടുത്തെ റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടല്ലേ, ഒരു പഴയകാല കെട്ടിടങ്ങൾ. ഈ കെട്ടിടങ്ങളെല്ലാം ഉള്ളത്. ഇതൊരു കാറ് പാർക്ക് ചെയ്തിട്ടാണ്. അവിടെ ഒരു ഫിക്സഡാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു 2 ലെഫ്റ്റ് ബാക്കിലും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. ഈ ഒരു വണ്ടി അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പാർക്കിങ്ങാണ്. പൊതുവേ റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ ക്യാഷ് ഇറക്കണം. ഞാൻ മുമ്പ് എൻ്റെ പ്രാഗ് എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ, റോഡിൽ തന്നെ ഇങ്ങനെ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പഴയകാല ബിൽഡിങ്ങുകളാണ്. ഓരോന്നും ഓരോ മോഡലിലാണുള്ളത്. അധികം ഹൈറ്റ് ഇല്ലാത്ത ബിൽഡിങ്ങുകളാണ് ഈ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് ബിൽഡിങ്. ഇതിവിടെ ഒരു റോട്ടിലുള്ള റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ ചെറിയ മഴയായിട്ട് ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നു. ടേബിളിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഷീറ്റൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ വരാൻ തുടങ്ങും. മെയിനായിട്ട് ബിയറുടിയും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരാളാണെന്ന് വിചാരിച്ചാണ് ആദ്യം, പക്ഷേ ഇത് ഒരാളല്ല. ഇത് ഒരാളുടെ ഒരു ഷെഫിൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഈ റെസ്റ്റോറൻ്റിൻ്റെ ഉള്ളിൽ ഒരു ഷെഫാണ് അദ്ദേഹം. അവിടെ അങ്ങനെ നിൽക്കുന്നൊരു മോഡൽ. ഞാൻ ആദ്യം വിചാരിച്ചൊരു ശരിക്കും ആളാണെന്ന്. കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇതിലങ്ങനെ നടന്നു പോവുക. ഇതൊരു കാറിൻ്റെ മുകളിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടില്ല. അതിനൊരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് സൈക്കിൾ പാർക്കിംഗ് ഏരിയ. ഇതിൻ്റെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടല്ലോ, മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മോഡൽ, അല്ലാണ്ട് മറ്റേ ലൈറ്റില്ല. സെൻറ്ററിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. ചില സ്ഥലങ്ങളിൽ സിഗ്നലും അങ്ങനെ തന്നെ ഉള്ളത്, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന മോഡൽ സിഗ്നൽ. ഇവിടെ കുറച്ച് ഗവൺമെൻറ് ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ കൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ ഈ ലെഫ്റ്റ് സൈഡിൽ. ഈ കൊടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഇവിടെ എന്തോ കാര്യപ്പെട്ടിട്ടുള്ള ഓഫീസുകളുണ്ട് എന്നാണ്. ഇവിടെ പിന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. റോഡ് ക്രോസിങ്ങിന് അവിടെ സിഗ്നൽ ഓണായെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കടക്കാൻ പറ്റുക. ഇതിലേ അങ്ങോട്ട് കടക്കണം, അല്ലാതെ കടക്കാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയാണ്. റോഡിലൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ. ഇത് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാണ്. അണ്ടർഗ്രൗണ്ടിൽ നിങ്ങളായിരിക്കും റെയിൽവേ സ്റ്റേഷനോ മെട്രോ സ്റ്റേഷനോ, അതല്ല. ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിലേക്ക് പോവാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ മാർക്കറ്റിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങി ഇങ്ങനെ കാണാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത്.
ഈ അണ്ടർഗ്രൗണ്ട് മാളെന്നല്ല ഷോപ്പിംഗ് ഏരിയയിൽ നിന്നും ഇനി മുകളിലേക്ക് കയറാണ്. അതായത് സാധാ റോഡ് ലെവല്. ഇവിടെ 2 അണ്ടർഗ്രൗണ്ട്, ഒരു അണ്ടർഗ്രൗണ്ട് കഴിഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ താഴെയും പിന്നെ ഒരു ഗ്രൗണ്ട്. താഴെ അത്യാവശ്യം നല്ലൊരു ചൂടുണ്ട്, പുറത്ത് നല്ലൊരു തണുപ്പ് കാലാവസ്ഥയാണ്. അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ വഴി കൂടെ അല്ല ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു പെണ്ണുങ്ങൾ പൂവൊക്കെ വെക്കുന്നുണ്ട്. ഇത് ഒറിജിനൽ പൂവ് തന്നെയാണ്, അല്ലാണ്ട് പ്ലാസ്റ്റിക് പൂവല്ല. ഇവിടെ ഇപ്പോൾ പൂക്കളുടെ മാസമാണല്ലോ, നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇത് വന്ന് ഇറങ്ങിയിട്ടുള്ള ഡോറ്. ഈ മുന്നിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷന്. നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് പോകും. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് വല്ലാത്തൊരു പേര് തന്നെയാണ്. ഗ്ലാവിനി കൊളോദോർ എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ഈ ജാഗ്രബിലെ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും ട്രെയിൻ ഉണ്ട്. പൊതുവേ ഇവിടെ യൂറോപ്പിൽ പല രാജ്യങ്ങളും തമ്മിൽ ട്രെയിൻ സർവീസാണ് കൂടുതൽ. അപ്പം നമുക്ക് ഇതിൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ്. ആ ഭാഗത്ത് ബുള്ളറ്റ് ട്രെയിൻ കാണുന്നുണ്ട്. ഇനി മറ്റേ സാധാ ട്രെയിൻ ഇവിടെ അടുത്ത ഭാഗത്തും കാണുന്നുണ്ട്. ഇത് വേറെ ഇത് അങ്ങനെ അങ്ങോട്ടേക്കാണ് പോകും. From Indian? From where? I'm from Here. Bangladesh. Bangladesh. Yeah. ജാഗ്രബ്, ക്രൊയേഷ്യൻ്റെ ക്യാപിറ്റൽ. ഈ ജാഗ്രബ് എന്ന് ചില വിധം കിട്ടൂല പേര്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്, പിന്നെ ട്രെയിന്, പിന്നെ ബുള്ളറ്റ് ട്രെയിന്, ഇതൊക്കെ നമുക്ക് കാണാം. ഇദ്ദേഹമാണ് ഇവിടുത്തെ പിന്നെ ഒന്നാമത്തിലെ ട്രെയിനിൻ്റെ കൊടി പിടിക്കും. ആ കൊടി പിടിക്കുന്ന ആളാണ് ഇദ്ദേഹം. നല്ല ചോണ തൊട്ട് അടിപൊളിയാണ്. ഈ തൊപ്പിക്കാരൻ്റെ അടുത്ത് നിന്ന് അവിടുത്തെ ആ ട്രെയിന് ബുള്ളറ്റ് ട്രെയിനാണ്. ഈ കാണുന്ന ട്രെയിൻ നമ്മുടെ സാധാ ട്രെയിനാണ്. ഇതാണ് ബുള്ളറ്റ് ട്രെയിന്. ഇത് ഇവിടുത്തെ സാധാ ട്രെയിനാണ്. അപ്പം നമ്മുടെ സാധാ ട്രെയിനിൻ്റെ ആ ഭാഗത്ത് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് വരാം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൊയേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ, ഈ ജാഗ്രബിലെ സ്റ്റേഷന്. ഇവിടെ 7 പ്ലാറ്റ്ഫോമുകളുണ്ട്, പിന്നെ 9 ട്രാക്കും ഉണ്ട്. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങൾ, ലേഡീസും ജെൻസൊക്കെ ഈ ഭാഗത്താണുള്ളത്. ഇതൊരു പിന്നെ ഇരുന്ന് പോകുന്ന ട്രെയിനാണുള്ളത്. ഇത് സൂരജിലേക്കാണ് പോകുന്നത്. സൂറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിലുള്ള നല്ലൊരു സ്ഥലം. ഞാൻ പോയിട്ടുണ്ട് അവിടെ. നല്ലൊരു ട്രെയിൻ സർവീസൊക്കെ, നല്ല അടിപൊളി വലിയ സ്റ്റേഷനൊക്കെയാണ്. അണ്ടർഗ്രൗണ്ടിലാണ് അവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത്. ഇതാണ് സൂരജിലേക്ക് ഇപ്പോൾ പോകാൻ നിൽക്കുന്ന ട്രെയിനാണ് ഈ ട്രെയിന്. സൂരച്ചിൽ അണ്ടർഗ്രൗണ്ടിലാണ് പിന്നെ ഈ മാർക്കറ്റ്, അതിൻ്റെ മുകളിലാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഞാൻ മുമ്പിൻ്റെ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നത്. നല്ല അടിപൊളിയാണ്. സ്വിറ്റ്സർലാൻഡിൽ അല്ലെങ്കിലും ഒരു ട്രെയിൻ സർവീസ് നടത്തണം. നല്ല സൂപ്പറാണത്. 1892 നിർമ്മിച്ചിട്ടുള്ളത് ഈ സ്റ്റേഷന്. പിന്നെ 1987 പിന്നെ പുതുക്കി പണിത്. 1970 വൈദ്യുതീകരിച്ചത്. ഈ റെയിൽവേ സ്റ്റേഷൻ കംപ്ലീറ്റ് വൈദ്യുതീകരിച്ചത് ആ ഒരു സമയത്താണ്. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ആർക്കും അങ്ങനെ കയറാം. ഞാനിപ്പോൾ ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാനുള്ള ഭാഗം നോക്കുകയാണ്. ഇതിലേ അങ്ങനെ പോയിട്ട് മറ്റു ഭാഗത്തു കൂടി പോകാം. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് സ്റ്റേഷനിൽ പുറത്തെത്തിക്കുന്നു.
ഇത് ട്രാം, ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നു, റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നു. ആ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്, അങ്ങ് ദൂരെ കാണുന്നത്. ഇത് അണ്ടർഗ്രൗണ്ടിലുള്ളത് മാർക്കറ്റുകൾ. ഇത് വേറൊരു ട്രാം അതാ വരുന്നത്. ഇതിൻ്റെ റോഡിൻ്റെ ഒരു ഇതുണ്ടല്ല, ട്രാമോൻ്റെ ഒരു തിരക്കാണ്. അങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് വരും. അതാ വരുന്നത്. വേറെ ട്രാം അതാ പോകുന്നത്. അതാ പോകുന്നു. വല്ല പാമ്പ് പോയിട്ട് വരുന്നുണ്ട് ഉണ്ടല്ലേ. ക്രൊയേഷ്യന്റെ ക്യാപിറ്റലായ സാഗ്രെബിന്റെ ഹൃദയഭാഗത്താണ്. ഹൃദയഭാഗം അപ്പത്തേക്ക് വേറെ ഒന്ന് നിൽക്കുന്നതാണ്. സെക്കൻഡിന് സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. സമയം ഇപ്പോൾ വൈകുന്നേരം 6:30 മണി. അതായത് നമ്മുടെ നാട്ടിൽ വൈകുന്നേരം എന്ന് പറയില്ലല്ലോ അല്ലേ. അതായത് ഇവിടെ സൂര്യൻ അസ്തമിക്കണ ഇനിയും കുറേ പിടിക്കും, ഇനി 2 മണിക്കൂറിന് മുകളിലുണ്ട്. അപ്പോൾ സാഗ്രെബിലുള്ളത്, സാഗ്രെബ് എന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യൻ്റെ തലസ്ഥാനം. അപ്പോൾ സാഗ്രെബ് സിറ്റിയിൽ കൂടി അങ്ങനെ പോവാണ്. നമ്മൾ ഇവിടുന്ന് നമ്മുടെ താമസിക്കുന്ന സ്ഥലമുണ്ട്, അത് കുറച്ച് ഒരു മലൻ്റെ മുകളിൽ കുറച്ച് ഒരു ഉൾഗ്രാമത്തിലൊരു വെറൈറ്റി താമസമാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗൈഡ് അവിടേക്ക് ബസ് അങ്ങോട്ടേക്ക് കയറില്ല. ബസ് താഴത്തിറങ്ങി ഇറക്കി നിർത്തിയിട്ട് അവിടുന്ന് തന്നെ ചെറിയ കാറിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ താമസത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ അങ്ങനെ കാണാം. അപ്പോൾ കുറച്ച് പല ക്രൊയേഷ്യൻ്റെ കുറച്ച് വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടോളുണ്ടോ. കാലാവസ്ഥ ഒരു മൂടലുണ്ട്, അതാണ് ഇങ്ങനെ ഒരു ഇരുട്ട് പോലെ ഉള്ളത്, വലിയ ക്ലിയർ ഇല്ലാത്ത അതുകൊണ്ടാണ്. പുറത്തുള്ള ഇതിവിടെ ചെറിയൊരു പാർക്കിലൊരു ചെറിയൊരു ലൈബ്രറി പോലത്തെ ഒരു ബിൽഡിങ്ങാണിത്. ഇതല്ലേ ഒരു ഇരുട്ട് മോഡൽ നിൽക്കുന്നുണ്ട്. ഇനി ടൗൺ വിട്ടു പോകണം. ഇവിടെയൊക്കെ ട്രാം പോലുള്ള പിന്നെ ഇലക്ട്രിക്കിൻ്റെ ലൈനുകൾ ഇങ്ങനെ കാണാം മുകളിൽ. ഇങ്ങനെ വല്ലാത്തൊരു സംഭവം തന്നെയാണ് ഈ ട്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. കണ്ടമാനം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിലത് പരീക്ഷിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞില്ല കൽക്കട്ടയിൽ ഉള്ളത്. ഞങ്ങൾ ഈ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അവിടേക്ക് അവർക്കൊരു പ്രത്യേക പേരാണ്, ഇവിന പിന്താരിക്ക എന്നൊക്കെയാണ് അങ്ങോട്ട് പറയുന്ന സ്ഥലം. ഇവാനോ പിന്താരിക്ക. അത് പ്രൊണൗൺസിയേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഭാഗങ്ങളിലുള്ളത്. ഇവർ ഇംഗ്ലീഷ് മാത്രമല്ല സംസാരിക്കുന്നത്, ഇവരെ നാടൻ വർത്തമാനങ്ങളുണ്ട്. അത് യൂറോപ്പിൽ പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്, പല രാജ്യങ്ങളിലും അവർക്കായിട്ട് ഓരോ ലോക്കൽ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്. ക്രൊയേഷ്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ഈ സാഗ്രെബ്. എല്ലാ നഗരത്തിലും കൂടി ഒരു നദി പോകുന്ന ഞാൻ പറയാറുണ്ടല്ലോ, ഇവിടെയുണ്ട് ഒരു നദി, അതിൻ്റെ പേരാണ് സാവ റിവർ. ഈ ക്രൊയേഷ്യയിലൊരു പർവ്വതമുണ്ട്, അതിൻ്റെ പേരാണ് മെഡ്വെഡിനിക്ക എന്ന്. അതിന് വേറൊരു പേരുണ്ട്, ബിയർ മൗണ്ടെയിൻ എന്നും പറയുന്നത്. അതിൻ്റെ വടക്ക് ഭാഗത്താണ് നമ്മളെ ഈ സാഗ്രെബ് സ്ഥിതി ചെയ്യുന്നത്. പർവ്വതത്തിൻ്റെ അടുത്ത് ഒരു തടാകമുണ്ട്, ജെരുൺ തടാകം. ഈ പർവ്വതത്തിനോട് ചാരി നിൽക്കുന്ന ഭാഗം ഒരു ദേശീയ ഉദ്യാനമായിട്ടാണ് ഇവർ കണക്കാക്കിയിട്ടുള്ളത്, ഈ ക്രൊയേഷ്യൻ രാജ്യം. ഈ മെഡ്വെഡിക്ക പർവ്വതം ഉണ്ടല്ലോ, ഏകദേശം ഒരു വർഷത്തിൽ 100ഓളം ദിവസം മഞ്ഞ് മൂടിയിട്ടായിരിക്കും ഉണ്ടാകല്. അത് ഏറ്റവും കൂടുതൽ മഞ്ഞുണ്ടാകുന്ന സമയം ഫെബ്രുവരി മാസമാണ്. റോമൻ കാലം മുതൽ വളരെ സമ്പന്നമായൊരു ചരിത്രമുള്ളൊരു നഗരമാണ് ഈ സാഗ്രെബ്. കിഴക്ക് പടിഞ്ഞാറ് ഭാഗം ഒരു 30 കിലോമീറ്ററും പിന്നെ തെക്ക് വടക്കും ഒരു 20 കിലോമീറ്ററിലാണ് ഈ സാഗ്രെബ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന ജീവിത നിലവാരം, പിന്നെ വൈവിധ്യമാർന്ന സമ്പദ് വ്യവസ്ഥ, മ്യൂസിയങ്ങൾ, കായികം, വിനോദ പരിപാടികൾ, ഇതിനൊക്കെ പേരുകേട്ട നഗരമാണ് ഈ സാഗ്രെബ്.
ഈ ക്രയേഷ്യൻ നാടോടി പദത്തു നിന്നാണ് ഈ ജാഗ്രബ് എന്നിട്ടുള്ള അർത്ഥം വന്നിട്ടുള്ളത്, പേര് വന്നിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥം അങ്ങനെ എന്താ വെച്ചാൽ ഇവിടെ കുഴിക്കാൻ, നമ്മുടെ കുഴി ഉണ്ടല്ലോ ആ കുഴിക്കാൻ, അതാണ് അതിൻ്റെ അർത്ഥം. മുമ്പ് ഇവിടെ ഒരു കിണർ കുഴിച്ച് അങ്ങനെ അതിൽ വെള്ളം കണ്ടമാനം കിട്ടി. ആ ഒരു ഇതിൽ നിന്നാണ് ഇവിടെ കുഴിക്കാൻ എന്നുള്ളൊരു പേരിൽ ജാഗ്രബ് എന്നുള്ളൊരു പേര് വന്നത്. ഇവിടുത്തെ നാടോടി ഭാഷ, ഓരോ രാജ്യത്തും ഉണ്ടാവല്ലോ ഓരോ നാടോടി ഭാഷ, അങ്ങനത്തെ ഈ ജാഗ്രബിലെ നാടോടി ഭാഷയാണ് അത്. AD 1094 മുതലാണ് ഈ ജാഗ്രബിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ഇവിടെ ഒരു ഹംഗേറിയൻ രാജാവ് ലാഡിസ്ലൗസ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഇതുണ്ടാവുന്നത്. ജാഗ്രബ് സിറ്റി വിട്ടു, ഇപ്പോൾ കണ്ടില്ലേ അങ്ങ് ദൂരെ കണ്ടില്ലേ മലയും കോടയൊക്കെ ഇറങ്ങിക്കുന്നത്, ഏകദേശം ഈ ഒരു ഭാഗത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെ ക്യാപ്റ്റൻ മൈക്കൽ അദ്ദേഹം. ഇതിൻ്റെ ഇരു സൈഡുകളും ഇതുപോലെ പച്ചപ്പ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാലാവസ്ഥ വൈപ്പറിട്ടുണ്ട്, മഴ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഫുൾ ഗ്ലാസ്സാണ് ഈ നമ്മുടെ ബസ്സിനുള്ളത്. ഒരു ഗ്ലാസിൻ്റെ ഒരു ചില്ല് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. മുമ്പ് ഞങ്ങൾ ഇറ്റലിയിലേക്ക് പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ചില്ല് പൊട്ടി. പിന്നെ ഒരു 4-5 മണിക്കൂർ അവിടെ യാത്ര മുടങ്ങി. പിന്നെ വേറൊരു ബസ് വന്നിട്ടാണ് അവർ പുറപ്പെട്ട്. ഇപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ താമസിക്കുന്ന ഏരിയയിൽ കണ്ടില്ലേ കുറേ ഗ്രാമങ്ങളിൽ കുറേ താമസക്കാരൊക്കെ ലെഫ്റ്റ് സൈഡിലല്ല അങ്ങനെ വീടുകൾ, അതിൻ്റെ താഴെ ഇങ്ങനെ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഈ കോട ഭയങ്കര ഇഷ്ടമാണ്. ഊട്ടി പോയി കഴിഞ്ഞാൽ കോട കാണാം. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു മിനി ഊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിലുള്ള. അവിടെ ഇതേപോലെ രാവിലെ പോയാൽ കോട നമ്മൾ നിൽക്കുന്ന ലെവലിൽ ഇങ്ങനെ വരെ വന്ന് നിൽക്കും. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ഇവിടുത്തെ താമസം ഒരു മലൻ്റെ മുകളിലാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബസ് മലൻ്റെ മുകളിലേക്ക് പോകില്ല, ബസ് താഴെ നിർത്തിയിട്ടിട്ട് അവിടുന്ന് ഹോട്ടലുകാരുടെ കാറിൽ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അവിടെ എത്താനയക്കുന്നു. ഇതുവരെയുള്ളൂ ഈ ടാറിട്ട റോഡുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ പണി നടക്കുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ പരിസരത്താണ് നമ്മളെ ഹോട്ടലുള്ളത്. ഇപ്പോൾ സമയം 7 മണിയാണ്. നമ്മൾ താഴെ ഞങ്ങളെ ബസ് നിർത്തിയിട്ടിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കാറിൽ വന്നതാണ്. ഇതൊരു വലിയൊരു തറവാട് വീട് പോലത്തെ ഒരു വീടിനൊരു 3 സ്റ്റാർ ലുക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു മലൻ്റെ മുകളിലായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്നും ഇങ്ങനെ കാണാം തൊട്ടടുത്ത്. ഇത് ഞാനൊരു ക്യാമറേൻ്റെ ലോങ് വ്യൂലാക്കിയത്, അപ്പോൾ ഒരു ജെർക്കിംഗ് ഉള്ള പോലെ ഉണ്ടാവും കണ്ടില്ല, അല്ലെങ്കിൽ ഇത് ഇത്ര വിശാലമായിട്ട് കാണാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ മൊത്തം വ്യൂ ഉള്ളത്. GEC ഇതാണ് ഇതിൻ്റെ ഈ ഒരു വില്ലൻ്റെ പേര്. അതിൻ്റെ ഇതിൻ്റെ ഫുൾ ഫോമാണ് തോന്നുന്നു GEC. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല സൂപ്പർ പൂവുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ കയറുന്ന അവിടെ തന്നെ. അപ്പോൾ ആദ്യം നമുക്ക് റിസപ്ഷനിൽ പോകാം. റിസപ്ഷനിൽ വേറെ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ്ങാണ് ഇത് RECEPCIJN എന്നൊക്കെയാണ്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാസേജാണ്. പാസേജ് കഴിഞ്ഞാൽ ഇവിടെയാണ് റിസപ്ഷന്. ഇനി കീ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മളെ റൂമിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. കീ എന്ന് പറഞ്ഞാൽ കാർഡാണ്. അങ്ങനെ പോവുകയാണ്. ഇതൊരു പാസേജാണ്. ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സൂപ്പറാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ വന്ന് ഇവിടുന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് വന്ന് ഈ കാണുന്നതാണ് നമ്മുടെ റൂം നമ്പർ 12. ഇനി അത് ഓപ്പൺ ആക്കണം. നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. കാർഡ് അതിലിട്ടാൽ ഇപ്പോൾ ലൈറ്റ് വരും. 2 താറാവിൻ്റെ മോഡലിലെ ബെഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ബെഡുണ്ട്. ഇതാണ് ബെഡ്. പിന്നെ ഒരു ജനലുണ്ട്. റൈറ്റ് സൈഡിലൊരു ടോയ്ലറ്റ് ഉണ്ട്. ഒരു വിൻഡോ ഉണ്ട്. ഇതാണ് ഇവിടെ പുറത്തേക്കുള്ളൊരു കാഴ്ച. പിന്നെ ടേബിൾ ലാമ്പ് ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ് ചൂടാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇവിടെ ചൂട് ആക്കുന്നൊരു സിസ്റ്റം ഉണ്ട്, പൈപ്പിൽ കൂടി ചൂടാക്കും. ഇതാണ് ടോയ്ലറ്റ്. ഒരു ടേബിൾ ലാമ്പ് ഇവിടെ ഉണ്ട്. ബാക്കിൽ നല്ല സീനറികളുണ്ട്, ഫോട്ടോസ്.
കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണെന്ന് ഒന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിയതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഇതൊരു സ്പെഷ്യൽ ഇരുമ്പിൻ്റെ ഒരു കോണി മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. താഴത്ത് തന്നെ ഒരു തൂണ് വെച്ചിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളറിൽ ഇതാണുള്ളത്. ഇതൊക്കെ ഇരുമ്പിൻ്റെയാണ്, കോൺക്രീറ്റ് അല്ല. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇവരെ. ഇതിലെങ്ങനെ മോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ലാൻഡിങ്. ഇവിടുന്ന് അങ്ങനെ ദൂരെ കാഴ്ച നല്ല അടിപൊളിയല്ലേ. ഇതിൻ്റെ റൂഫൊക്കെ ഇങ്ങനെ ചെരുവിലാണ്, കാരണം ഇവിടെ ഐസ് ഉണ്ടാവുന്ന ഒരു ഏരിയകളാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഇങ്ങനെ കയറിയിട്ട് കോണികൾ വന്ന് പിന്നെ അങ്ങോട്ടേക്ക് പാസേജ്, ഇതുപോലെ ഇങ്ങനെ ചെറിയ ഇടവഴി ഉണ്ട്. ഇതൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഇങ്ങനെ റൂമുകളുണ്ട്. നമ്മുടെ സ്വാമി സാറിൻ്റെ റൂം ഇവിടെയാണ്. അദ്ദേഹത്തിൻ്റെ റൂമൊന്ന് ഞാനും ജോൺ സാർ ഒന്നിച്ചാണ്. ഈ സ്വാമി സാറിൻ്റെ റൂമാണിത്. ഇത് നമ്മൾ തുറന്നു വരുമ്പോൾ തന്നെ ബാത്റൂമാണ്. ഇതൊരു പുതിയ മോഡലാണല്ലോ. ബാത്ത് ഡബ്ബാണിത്, വലിയൊരു ബാത്ത് ഡബ്ബ് കുളിക്കാനുള്ള. പിന്നെ സോഫ ഉണ്ട് ഇവിടെ, നല്ല ടൈൽസൊക്കെ വെച്ചിട്ട്. ഇതാണ് ഇത് തന്നെ ലോങ് വീല് ക്യാമറ എടുത്ത് എന്നാലത് മൊത്തം കാണുക. ഇതാണ് ബാത്ത് ഡബ്ബ്. ഇത് നല്ല വലുപ്പമുണ്ട്, കാണുമ്പോൾ ചെറുതാണ് തോന്നും, പക്ഷേ സംഭവം നല്ല വലുപ്പമുള്ള ബാത്ത് ഡബ്ബാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാട്ടർ ക്ലോസറ്റ് ഉള്ളത്. ഇവിടെ ഒരു ഹാൻഡ് ഷവർ ഇല്ല, പിന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ. അങ്ങനെ വന്ന് ഇതാണ് നമ്മുടെ ബാത്ത് ടബ്. ഇതൊരു ചൂടുവെള്ളവും തണുപ്പുവെള്ളവും ഒക്കെ ആക്കുന്ന സംഭവമുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, 1, 2, 3 സ്റ്റെപ്പ്. ഇങ്ങനെ 3 സ്റ്റെപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഒരു ഗുഹ പോലെ. ഇവിടെയാണ് നമ്മളെ ബെഡ്റൂം ഉള്ളത്. ഇവിടെയാണ് നമ്മളെ സ്വാമി സാറ് കിടക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ബാക്കിലൊരു സീനറി ഉണ്ട്, മുകളിലൊരു കടലാസ് മോഡലൊരു ലൈറ്റ് ഏറ്റവും ടോപ്പിലുണ്ട്, TV ഉണ്ട്. ഇതൊരു വെറൈറ്റി മോഡലാണ് ഇത്, ഈ റൂം. അപ്പോൾ അവിടുന്ന് ഞാൻ പുറത്തിറങ്ങി ഇതിൻ്റെ ഇരുമ്പിൻ്റെ കോണിയുണ്ട്, അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നല്ല സൂപ്പർ കാഴ്ചയാണ് ഇവിടെ, അടിപൊളി കാഴ്ചയാണ്. ഒരു ബ്ലാക്ക് കളറ് ഒരു ടൈൽസാണ്, അതായത് ക്ലേ ആണ് ഇതിൻ്റെ സീലിംഗ് ഉള്ളത്. ഇത് പുറമേക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ഉയരത്തിലാണ്, ഒരു മലൻ്റെ മുകളിൽ ഇങ്ങനെ ആയിട്ട് അങ്ങനെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളും. ഇതിനൊരു വലിയൊരു വീടിന് ഇതേ ഒരു ലുക്കിലിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവർ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള മോഡലൊക്കെ അതും വെച്ചിട്ടുണ്ട്, പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും അടിപൊളിയാണ് സംഭവം. ടാറിങ് ഇതുവരെ വന്നിട്ടുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ടാറിങ് ആയിട്ടില്ല. ഇതാണ് നമ്മുടെ അതിൻ്റെ മെയിൻ വ്യൂ. ഇതിങ്ങനെ പാസേജാണ്, അങ്ങനെ താഴേക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടി കയറി കാണാം. ഇതാണ് ഇവിടുത്തെ ഇവരെ ഡൈനിങ് ഹാള്. ഡിന്നറും പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്ന ഹാളാണിത്. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ് റിസപ്ഷന്. റിസപ്ഷനിൽ ഒരു ലേഡി ഉണ്ട്, ഒരാണുങ്ങളും ഉണ്ട്. ഇവിടെ ക്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് റിസപ്ഷൻ. ഇവിടെ കുറേ മറ്റേ മദ്യക്കുപ്പികൾ കാര്യങ്ങളുണ്ട്, ഇവിടെ കുറേ ഇതാണ് ഇവിടെ. അതെല്ലാത്തിൻ്റെ മുകളിലുണ്ടാവും. ഇത് റിസപ്ഷൻ്റെയും ഡൈനിങ്ങിൻ്റെയും സൈഡിൽ കൂടി ഒരു പാസേജ് പോലെ, അവിടെയും കുറച്ച് ഇതുണ്ട്. ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെയും കുറച്ച് കസേരകളും കാര്യം. ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. കുറച്ച് സോഫകളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്, പൂക്കളുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡന്, കുട്ടികൾക്ക് ഇങ്ങനെ ഉതിരുന്ന സാധനമുണ്ട്. ഇതിലെങ്ങനെ നടക്കും. ഇതൊക്കെ പച്ച പുല്ലാണ്. ഈ കാണുന്നത് പുല്ലല്ല, ഇതൊരു കാർപ്പറ്റ് വിരിച്ചിരിക്കണം, പച്ച കാർപ്പറ്റാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന പാസേജാണ്. സ്വിമ്മിംഗ് പൂളും ഉണ്ട്, അത്യാവശ്യം വലുപ്പമുള്ള സ്വിമ്മിംഗ് പൂളാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലൊരു ഷീറ്റ് ഇട്ടിരിക്കുന്നത്, ഒരു റോളിംഗ് ഷീറ്റാണിത്. ഇതിങ്ങനെ പൊതുവെ യൂറോപ്പിലുണ്ടാവും ഈ ഒരു റോളിംഗ്. അതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തുറന്നു വരും, അതിൽ പൊടികളൊന്നും കയറാതിരിക്കാൻ. കസേരണ്ട്. ഇതങ്ങ് ദൂരെ എത്രയോ താഴ്ചയിലാണ് നിൽക്കുന്നത്. അങ്ങ് ദൂരെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കോട ഉണ്ട്. എനിക്ക് ഈ കോട കാണാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആ ഏരിയ കംപ്ലീറ്റ് കോട ഇറങ്ങിയിട്ടുള്ള ഭാഗമാണ്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കാണാം. ഇങ്ങനെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോസ്റ്റും കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ മതിൽ പോലെ നല്ല ഹൈറ്റിൽ ഇത്
ചെടിയൊക്കെ വളർത്തിയിട്ടുണ്ട്. ഈ സൈഡിൽ കൂടിയുള്ള പച്ച കാർപ്പറ്റാണ്, മറ്റേതൊക്കെ പുല്ലാണ്. ഇത് കാർപ്പറ്റാണ് ഈ കാണുന്നത്. ഇവിടെ അങ്ങനെ ബിക്കിനിയൊക്കെ ഇട്ട് കുളിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ വെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ട്, തണുപ്പില്ല. ഞാൻ തൊട്ട് നോക്കിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മളെ താമസിക്കുന്നതിൻ്റെ ബാക്ക് ഭാഗമാണ്, ബാക്കിലാണ് ഈ കാണുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലെ റൂഫൊക്കെ ഉണ്ടല്ലേ, കംപ്ലീറ്റ് സ്ലോപ്പാണ്. ഇവിടെ സ്ലോപ്പ് നിർബന്ധമാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഇതൊരു പൂക്കളും ഇതിനെ ഈ ഒരു ഉന്തുവണ്ടി ഉണ്ടല്ലോ, നമ്മൾ അറബിയ എന്ന് പറയും ഈ വിദേശ രാജ്യങ്ങൾ, നമ്മളിപ്പോൾ നാട്ടിലുണ്ട്. ഇതിൽ വളർത്തിയിരിക്കുകയാണ്. ഇതവിടെ ഫിക്സഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഒരു കോർണറിലായിട്ട്. നല്ല ഭംഗിയുണ്ട്. ടേബിൾ ടെന്നീസ് ആരോ കളിക്കുന്നുണ്ട് ഇവിടെ. ഇതിവിടുത്തെ ഡൈനിങ്ങിനോട് ചാരിയിട്ട് തന്നെയാണ് ഈ ഭാഗമുള്ളത്. ഇങ്ങനെ സൈഡിൽ ഓപ്പൺ എയറിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു കിടക്ക. ഇതിങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലെ 2 ഭാര്യാഭർത്താക്കന്മാർ പ്രകൃതി ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ഇവിടെ അവർ രണ്ടാളും കൂടി. ഇത് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഏരിയയാണ് ഈ ഭാഗം. നല്ല ലുക്കാണ് ഇവിടുന്ന് പുറത്തേക്ക് കാണാനുള്ള ഭാഗങ്ങളുടെ കാഴ്ച, അടിപൊളിയാണ്. ഇതൊരു സ്കൂട്ടറാണ് വിചാരിക്കും, പക്ഷേ സ്കൂട്ടറാണേനും, പക്ഷേ സ്കൂട്ടർ വർക്ക് ചെയ്യാത്ത സ്കൂട്ടറാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇവരിവിടെ വൈനും ഇതൊക്കെ സേവ് ചെയ്യുന്ന ഭാഗമാണ്. ഇതിവിടെ ഫിക്സഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചക്കറുണ്ട്, ഇതിങ്ങനെ ഉന്തിക്കൊണ്ടാവാം. പക്ഷേ സ്കൂട്ടറായിട്ട് വർക്ക് ചെയ്യൂല. നല്ല അടിപൊളിയായിരിക്കുന്നത്. അതിൻ്റെ അടിയിലൊരു ബ്രെഡോ കാര്യം എന്തോന്ന് വെച്ചിട്ടുണ്ട്. നല്ല രസമായിരിക്കുന്നു സ്കൂട്ടർ. അത് ചക്രാണ് ആ കാണുന്നത്. അതിൻ്റെ മുകളിലൊരു ടേബിളും, വുഡൻ ടേബിള്. ഇത് നല്ല സെറ്റപ്പായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ മറുവശം ഒന്ന് കാണാം. അങ്ങനെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഒരു മറ്റേ എന്താ വോളിബോൾ ബാസ്ക്കറ്റ് ബോൾ സ്റ്റാൻഡ് ഉണ്ട്, ആ കാണുന്ന ലെഫ്റ്റ് സൈഡിലുണ്ട് ഒരു ബാസ്ക്കറ്റ് ബോൾ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ നല്ലൊരു ഊഞ്ഞാലുണ്ട്. കുട്ടികൾക്ക് ഇതാണ് ബാസ്ക്കറ്റ് ബോൾ സ്റ്റാൻഡ്. അത് നമുക്ക് അങ്ങോട്ട് നീക്കിയിട്ടിട്ട് കളിക്കാം. ഇതിൻ്റെ അടിയിലും ചക്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒറിജിനൽ സൈക്കിൾ ചുമരുമ തൂക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഡിന്നർ. ഇപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. എന്താണ് ഡിന്നർ നോക്കട്ടെ ഇവരെ. അത് ചിക്കൻ്റെ പീസാണ്, പൊട്ടറ്റോ ആണ്. ചിക്കൻ ഇങ്ങനെ പരത്തി മുറിച്ചിട്ടാണ്, നല്ല സ്ലൈസാക്കി മുറിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഈ നാട്ടിലെ ഇതാണ് ഇവരെ കിച്ചൺ. ഏതായാലും സംഭവം നല്ല സൂപ്പറായിരിക്കുന്നു. ഇനിയാണ് നമ്മുടെ ഡൈനിങ് ഹാളിൽ എല്ലാവരും എത്തിക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഇതിന് ശേഷം ഒരു മധുരം കഴിക്കാൻ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് നല്ല സീനറി ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. നല്ല അടിപൊളി വൈബാണ് ഇവിടെ. നല്ല തണുപ്പും നല്ല കാലാവസ്ഥയും ഒക്കെ. ഏതായാലും കോടിറങ്ങുന്ന സമയമൊക്കെയാണ്. ഇനി ഉറങ്ങാൻ പോകണം. എന്നിട്ട് നമുക്ക് രാവിലെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ സൂര്യൻ ഉദിക്കൽ 5:28 അസ്തമിക്കൽ 8:20 സുബഹി 3:17. ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇവിടുത്തെ നമസ്കാര സമയമാണ്. ഇപ്പോൾ രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിക്കണം. ഞാൻ പൊതുവെ അങ്ങനെ തന്നെ രാവിലെ നേരത്തെ എണീച്ച് ഞാൻ പുറത്ത് കറങ്ങുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യൻ്റെ ക്യാപിറ്റലായ സാഗ്രബ്. സാഗ്രബിലെ ഒരു മലൻ്റെ മുകളിലാണ്. യൂറോപ്പിലൊന്ന് വരണം, യൂറോപ്പിൽ ഒരു തവണ വരണം, എന്നിട്ട് ഒന്നിങ്ങനെ കറങ്ങണം. അടിപൊളി സംഭവം. അപ്പം എന്നാൽ ബാക്കി നമുക്ക് വീഡിയോ കിടക്കാം. ഇത് ക്രൊയേഷ്യയിലെ ഇവാൻസ് ബിസ്കാൻസ്കി. ഇത് തൊള്ള കിട്ടാത്ത പേരട്ടോ. സാഗ്രബാണ് ഇവിടുത്തെ ക്യാപിറ്റൽ. സാഗ്രബിൽ നിന്ന് കുറച്ചുണ്ട് പോന്നിട്ട് ഒരു മലൻ്റെ മുകളിലാണ് ഈ നമ്മുടെ താമസ സ്ഥലം. ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനെ കോട ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങോട്ട് അടിപൊളി സംഭവം തന്നെ ഇവിടെ. ഇത് കണ്ടില്ലേ, ഇത് രാവിലെയാണ്. ഇതിങ്ങനെ കണ്ട് താഴ്ചയാണ്. ഇതിങ്ങനെ ഇട്ട് മേലേക്ക് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ വില്ല 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 മോഡലാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ല. ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെ വക. ഇപ്പോൾ സമയം രാവിലെ 6:30 മണി. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പുറം കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊന്ന് സൂം ചെയ്ത് തരാം നമ്മുടെ കോട. ഈ മലൻ്റെ മുകളിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ടാറിങ്.
പിന്നെ ടാറിൽ നടക്കണം. ഇതിങ്ങനെ അങ്ങനെ റോഡിട്ട് അങ്ങനെ താഴേക്ക് എത്തും. അപ്പോൾ വലിയ ബസ് താഴെ നിർത്തിയിട്ട് ചെയ്യുക. വലിയ ബസ് കൊണ്ട് കയറില്ല. ബസ് അവിടെ നിർത്തിയിട്ടിട്ട് അവിടുന്ന് അവർ ചെറിയ വാഹനത്തിൽ നമ്മളെ വില്ലേക്ക് കൊണ്ടുപോകും. പക്ഷേ സംഭവം സൂപ്പറാണ്. 5 സ്റ്റാറിനെക്കാട്ടും അടിപൊളിയാണ് ഒരു താമസവും ഭക്ഷണവും അറേഞ്ച്മെൻ്റൊക്കെ. ക്രൊയേഷ്യയിലെ ജാഗ്രബ്. പിന്നെ അതിന് വേറൊരു പേരോട് ഇവാൻസ് ടെസ്റ്റി എന്നൊക്കെ പേരുണ്ട്. അത് ഇവരെ പേരുണ്ടല്ലോ, ഒരു തൊള്ളേ കിട്ടില്ല. 5000 പേരാണ് ഇവിടുത്തെ പേരും കാര്യങ്ങളൊക്കെ. അത് ആദ്യം കുറേ എഴുതി പഠിക്കണം. എഴുതി പഠിച്ചതിനുള്ളൂ പിന്നെ ബാക്കി നമുക്ക് പറയാൻ കഴിയുക. അങ്ങനത്തെ ഒരു പേരാണ് ഇവിടെ. ഈ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഈസ്റ്റേൺ യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രാജ്യത്ത് നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോകുന്ന സമയത്ത് പിന്നെ മെയിൻ ആ ഒരു സിറ്റി സെൻറ്ററിലാണ് കാര്യമായിട്ട് കാണാറുണ്ട്. ബാക്കി കംപ്ലീറ്റ് കൃഷിത്തോട്ടങ്ങളാണ്, കൃഷിയിടങ്ങളാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ കാണാം, കിലോമീറ്റർ കണക്കിന് കൃഷിയിടങ്ങളാണുള്ളത്. പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു രാജ്യത്തു നിന്ന് മറ്റേ രാജ്യത്തേക്ക് പോകാൻ ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂർ ബസ്സിലിരുന്നാൽ പോകും. പക്ഷെ വഴിയിൽ ചെക്കിംഗ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് ഉണ്ടാവും, അതിൽ നമ്മൾ പാസ് ചെയ്ത് പോവാം. ഈ ഷെങ്കൻ വിസ അടിച്ചാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. കംപ്ലീറ്റ് അതിലൊക്കെ നമുക്ക് ഇങ്ങനെ കറങ്ങി പോവാം. ഈ യൂറോപ്യൻ കൺട്രിയിൽ പോകാൻ വേണ്ടിയിട്ട് ഷെങ്കൻ വിസയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സാധാരണ ഒരു മാസത്തിനാണ് ഇവർ കൊടുക്കാറ്. പിന്നെ നമ്മൾ ട്രാവലിംഗ് ഹിസ്റ്ററി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കൊടുക്കും. ഇപ്രാവശ്യം ഞാൻ അടിച്ചിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡ് വിസയാണ്. സ്വിറ്റ്സർലാൻഡിൽ അടിച്ചിട്ടുള്ളത്. പിന്നെ ഇറങ്ങിയത് സ്വിറ്റ്സർലാൻഡിലല്ല, ഇറങ്ങിയത് മ്യൂണിക്കിൽ. പിന്നെ അവിടുന്ന് അങ്ങനെ മറ്റുള്ള രാജ്യങ്ങൾക്ക് പോവുകയില്ല. എനിക്കൊരു 6 മാസത്തിന് അടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. അത് ഈ 6 മാസത്തിനുള്ളിൽ എത്രയും നമുക്ക് ഈ യൂറോപ്പിൽ കംപ്ലീറ്റ് പോയി വരാം. ജസ്റ്റ് ടിക്കറ്റ് എടുത്താൽ മതി. വിസ കിട്ടാനാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. വിസ എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ട്, അതൊന്ന് കാണുക. ഇതൊക്കെ ഇവിടുത്തെ ഓരോരോ വില്ലകളാണ്. ഇതൊക്കെ ഇവിടുത്തെ ഈ ക്രൊയേഷ്യക്കാർ താമസിക്കുന്ന വീടുകളാണ്. ചിലത് ഇവരിങ്ങനെ ഒരു സ്റ്റാറൊക്കെ ആക്കിയിട്ട് സ്റ്റാർ മോഡലിൽ ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ട് താമസ കാര്യങ്ങൾ, ഈ പേയിങ് ഗസ്റ്റ് മോഡൽ. പക്ഷെ അടിപൊളി സംഭവമാണ് ഇവിടുത്തെ താമസങ്ങളൊക്കെ. ഇതാണ് ഞാൻ താമസിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഉണ്ടല്ലേ, എൻ്റെ സൈഡിൽ കൂടി ഉണ്ട്. ഇത് ഞാൻ രാവിലെ ഒന്നിങ്ങനെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. ഈ രാവിലെ ഇപ്പോൾ സാധാരണ നമ്മളിവിടെ സ്ഥലം കാണാനൊക്കെ വന്നതല്ലേ, അപ്പോൾ ചില വിദ്വാന്മാരുണ്ട് വെറും ഫുള്ള് വീശിയിട്ട് പിന്നെ അതിന് പുറമെ ഉറങ്ങും ചെയ്യുക. ഇതിനൊരു ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? പലവിധ ബ്രാൻഡ് കുടിക്കാനൊക്കെ ആയിട്ട്. ഞാനെന്താ വെച്ചാൽ രാവിലെ എണീച്ചിട്ട് അങ്ങനെ കറങ്ങി നടക്കും. കംപ്ലീറ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ ബാക്കി എല്ലാ സ്ഥലങ്ങളും കണ്ടുകൊണ്ട് അങ്ങനെ പോകും. ഇതിപ്പോൾ സമയം 6:38 സമയം. ഇവിടുത്തെ നേരം വിളക്കലൊക്കെ ഭയങ്കര സംഭവമാണ്. ഇതിപ്പോൾ മലൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അല്ല ഇതിൻ്റെ ടോപ്പിൽ നിന്ന് റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാ കംപ്ലീറ്റ് പച്ചപ്പാണ്, മൊത്തം പച്ചപ്പാണ്. നമ്മളിങ്ങനെ മറ്റേ ക്രൊയേഷ്യയിലേക്ക് വരുന്ന സമയത്ത് റോഡ് സൈഡിൽ കംപ്ലീറ്റ് കണ്ടാൽ നമ്മുടെ കേരളത്തിലൂടെ പോകാമെന്ന് തോന്നും. ഇതാണ് ആ കോട കാണാൻ ഏറ്റവും ഭംഗി. ഇവിടുന്നാണ് ആ കോട കാണാൻ ഭംഗി. ഞാൻ നേരത്തെ എടുത്ത കോട അത്ര അങ്ങോട്ട് ക്ലിയർ അല്ലേ. ഇത് കംപ്ലീറ്റ് കോട. എൻ്റെ മുകളിലൊക്കെ താമസക്കാരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട. ഞാൻ ഊട്ടിയിലൊക്കെ സാറിന് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോയിട്ട് ഒരാഴ്ച പോയിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ പിന്നെ ലേക്ക് വ്യൂ എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട്. നല്ല സൂപ്പറാണ്. ഞാൻ മുമ്പ് അതിൻ്റെ ഒരു എപ്പിസോഡ് കാണിച്ചിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് പോയി താമസിക്കാൻ നമ്മളെ വണ്ടിയൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ ഇട്ടാൽ താമസത്തിൻ്റെ പിന്നെ ജസ്റ്റ് ഒന്ന് തണുപ്പൊക്കെ കംപ്ലീറ്റ് ആസ്വദിക്കും. ചൂടുകാലത്താണല്ലോ അവിടേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ ഇതൊന്നും കൂടി കണ്ടോളി. ഞാൻ അധികം ലാത്തി അടിക്കുന്നില്ല. ഉണ്ടല്ലേ, അടിപൊളിയാണ്. ഞാനൊന്ന് സൂം ചെയ്ത് തരാം.
എനിക്ക് ഈ മേഘം, ഈ കോട, തണുപ്പ് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും തണുപ്പ് നോക്കിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യാറുള്ളത്. അല്ലാണ്ട് ചൂടത്ത് പോകില്ല. ചൂടത്ത് പോയി പെട്ടതൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ. തണുപ്പ് വിചാരിച്ച് പോയതായിരുന്നു. അവിടെ പോയപ്പോൾ ചൂടായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ചില സമയത്ത് ഇൻകേസ് അങ്ങനെ വരും. പക്ഷേ തണുപ്പിന് യാത്ര എന്ന് വെച്ചാൽ നമുക്കങ്ങനെ എത്രയും നടക്കാം, യാതൊരു ക്ഷീണം ഉണ്ടാവില്ല. മറ്റേ ചൂടിന് അങ്ങനെയല്ല. കുറച്ചൊന്നായിട്ട് പോയി കഴിഞ്ഞാൽ ആകെ വേർത്ത് കുളിച്ച് പിന്നെ ആകപ്പാടെ നമുക്കൊരു അസ്വസ്ഥതയായിരിക്കും. അപ്പം അത് ദുനിയാവിൽ നിൽക്കുമ്പോൾ ഈ യൂറോപ്പൊക്കെ ഒന്ന് കാണാം. ഇതിപ്പോൾ പരലോകത്ത് യൂറോപ്പൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ കുറച്ചും കൂടി യൂറോപ്പിൽ കുറച്ചുകൂടി സ്ഥലം കാണാൻ ബാക്കിയുണ്ട്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടി കുറച്ചുകൂടി സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടി ഇനി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ പിന്നെ കാണേണ്ട ഒരു സ്ഥലമാണ് തുർക്കി. നല്ല സൂപ്പർ സ്ഥലമാണ് തുർക്കി. പിന്നെ ലണ്ടന്, യു കെ. അത് ഇവിടെ വെച്ചാൽ ഭക്ഷണം ഒരു വേറെ തരത്തിലാണ്. പക്ഷെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും ഇവരുടെ താമസവും ഇവരുടെ ജോലിയും ഇവരുടെ ഫാമിലിയും ഇതൊക്കെ പഠിക്കണമെങ്കിലും ഈ സ്ഥലങ്ങളെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പഠിക്കല്ലാണ്ട് അതിവിടെ ഒന്ന് നോക്കിയെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് അതിനെപ്പറ്റി പറയാം. ഇത് എത്ര നമ്മൾ ബുക്ക് ആക്കി പഠിച്ചു കഴിഞ്ഞാലും വായിച്ചാലും ഒരു ഐഡിയ കിട്ടില്ല. ലോകത്തെ പിന്നെ ഏറ്റവും വലിയ സുന്ദരന്മാരുടെ നാട് നമ്മൾ ഈജിപ്റ്റൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പം ഞാൻ കഴിഞ്ഞ സ്ഥലത്ത് പോയതിന് അവിടെ തന്നെ പിന്നെ സുന്ദരന്മാരും സുന്ദരികളും കൂടുതൽ സംഭവം അവിടെ ഒരെണ്ണമാണ് ഉള്ളത്. പൊതുവെ യൂറോപ്പിലൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും മുഖം കൊണ്ട് അവർ തന്നെയാണ് കൂടുതൽ ഭംഗിയും കാര്യങ്ങളും ഉള്ളത്. ഇങ്ങനെ താഴേക്ക് ഇറക്കാണ്. സിമെൻറ്റും കഴിഞ്ഞിട്ടില്ല, കോൺക്രീറ്റ് കഴിഞ്ഞില്ല. ഇതിങ്ങനെ കല്ലിൻ്റെ പൊടി ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവിടുന്ന് പോകാൻ തോന്നൂല. അങ്ങനെയാണ് ഇവിടുത്തെ. അങ്ങനത്തെ ഒരു തണുപ്പാണ്. അധികം തണുപ്പില്ല, എന്നാൽ നല്ല അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. നല്ല സൂപ്പർ വൈബാണ് ഇവിടെ. അടിപൊളി തന്നെ. ഞാൻ നോർവേയിലൊക്കെ പോയിക്കുന്നത്. പക്ഷെ എന്നാലും ഈ ഒരു ലൊക്കേഷന് ക്രൊയേഷ്യയിലെ ഒരു സംഭവം തന്നെയാണ്. യൂറോപ്പിൽ ഓരോ സ്ഥലവും ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ്. ഞാൻ മുമ്പ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഷെയറാന്ന് വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് നോർവേ കണ്ടു വെക്കുന്ന സമയത്ത് പിന്നെ നോർവേ തോന്നി. ഇപ്പം നോക്കുന്നത് ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു സംഭവം തന്നെയാണ്. ഈ വീഡിയോ ഞാൻ രാത്രി എടുത്തിരുന്നു. ഇത് രാവിലത്തെ ഒരു സംഭവമാണ്, രാവിലത്തെ കാഴ്ച. അങ്ങ് ദൂരെ കണ്ടില്ലേ, കംപ്ലീറ്റ് മലകളാണ്. പിന്നെ കോട അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ. ഇതുണ്ടോ, മെയിൻ ജാഗ്രബ് എന്ന് കുറച്ച് പോരണം ഇവിടേക്ക്. ഇവിടുത്തെ പേര് ഞാൻ ഇപ്പം പറയുന്നില്ല കേട്ടോ, എൻ്റെ തൊള്ള കിട്ടുന്നില്ല. ക്രൊയേഷ്യ. ഒരു ഫുട്ബോൾ കളിക്കാരനെ കണ്ടല്ലോ ക്രൊയേഷ്യൻ്റെ, അറിയില്ല നിങ്ങൾക്ക്? ഞാനും പേര് മറന്നു വയ്ക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ക്രൊയേഷ്യൻ്റെ ക്യാപിറ്റലായ സാഗ്രബ്. സാഗ്രബിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് എന്നുള്ളത്.
ചായ ഉണ്ടോ അറിയില്ല, ചായ ഉണ്ടോന്ന് അറിയില്ല. അതാണ് അവിടുത്തെ അവര് പറയാണ്ട് ആയിട്ടില്ല, നമ്മൾ ടൈം ആയിട്ടില്ല. അതെപ്പോഴും മറക്കണം. ഉറപ്പായിട്ടില്ല. 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. വേണ്ട, കാരണം ഇത് 3 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ആയിക്കോട്ടെ. എന്താ പാല? ഇതാണോ പാല്? അതും വെള്ളം തന്നെ ഇരിക്കും. ആണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ. ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഇവിടുന്ന് ഒരു തടിക്കാരൻ നിൽക്കുന്നുണ്ട് കണ്ടിട്ട്. No problem. No. Good name, please. Daniel. Tania. Daniel. ഇവളാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ചാർജുള്ള ആള്. എല്ലാമാണ് ആപ്പിൾ, ഇത് ഫ്രൂട്ട്സുകളുണ്ട് അല്ലേ? മണം കിട്ടൂല. ഇത് ആപ്പിൾ ജ്യൂസാണ്, തെറ്റിദ്ധരിക്കരുത്. ഒന്നുമില്ല, മുട്ട വെച്ച സാധനം. ഇത് മുട്ട സ്റ്റാൻഡാണ്. ഇതാണ് കുരുമുളക് ഫ്രഷ്, നമ്മൾ പൊടിച്ചിട്ടാണ് ഇതിലിടുന്നത്. എന്നിട്ട് എനിക്ക് നമ്മൾ കുരുമുട്ടൻ്റെ അടുത്ത് എനിക്ക് കുരുമുട്ടൻ്റെ അതേപോലെ തന്നെ ഇത് ഉപ്പാണ്. ഉപ്പും കുറച്ച് ഉപ്പം പൊടിച്ചിട്ടാണ് ഇത്. ഇത് രണ്ടും കാണിച്ചു. റെഡി. സാധാ ഗോൾഡ് പെട്ടെന്ന് ഇത് വെറുക്കാനും സമയം പാടില്ല. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം സ്വാമി സാറായിട്ട് കുറച്ചേരം ഞാൻ ടെന്നീസ് കളിച്ചാണ്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ പരിസരമാണ്. ഇത് ഇവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടില്ലേ, ലൈൻ ഇങ്ങനെ പോകുന്ന കോൺക്രീറ്റിൻ്റെ കാലം തന്നെയാണ്. അതിൻ്റെ മുകളിൽ കൂടിയാണ് അങ്ങനെ പോകുന്നത്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ടോപ്പിലെ ഷീറ്റൊന്നും ഇങ്ങനെ നിർത്തുകയാണ്. ഇത് ചെറിയ ലൈറ്റ് ചൂടുണ്ട്. ഇവിടെ തണുപ്പിന് കുളിക്കാനുള്ള സുഖമാണ്, പക്ഷേ കുളിക്കുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ, കണ്ടില്ലേ? അതാണ് നമ്മുടെ ഊഞ്ഞാലാണ് ഇവിടുത്തെ.
അപ്പോൾ എന്നാൽ നമ്മളെ ജാഗ്രബിൻ്റെ എപ്പിസോഡ് നിർത്തുകയാണ്. ഇനി അടുത്ത ഒരു രാജ്യത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.